ൊരു കാലഘട്ടമായിരുന്നു AD 94-96. കയ്യിൽ കിട്ടിയ അപ്പോസ്തലന്മാരെ പിടിച്ചടിക്കുക, അടിച്ചു കൊല്ലുക, ചുരുളുകൾ കത്തിക്കുക, സ്തോത്രം, വിശന്നു കിടക്കുന്ന സിംഹത്തിനും നായ്ക്കുട്ടികൾക്കും എറിഞ്ഞു കൊടുക്കുക. അങ്ങനെ ഭയാനകമായൊരു കാലഘട്ടമാണ് AD 94-96 കാലഘട്ടം. ആ കാലഘട്ടത്തിൽ കാട്ടാളനായിരുന്നൊരു ഭരണകർത്താവ് അരങ്ങ് തകർത്തു വാണിരുന്നു. പേര് ഡൊമീഷ്യൻ. ഡൊമീഷ്യൻ്റെ നേതൃത്വത്തിൽ ഭയങ്കര പീഡനം ക്രൈസ്തവ ജനതയ്ക്കെതിരെ അഴിച്ചുവിട്ടുകൊണ്ടിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ ഇന്ന് രാത്രി ദൈവജനം ഒരു കാര്യം തിരിച്ചറിയണം. പുറത്തുള്ളവർക്ക് അറിവില്ലെങ്കിലും അകത്തുള്ള നമുക്കൊരു തിരിച്ചറിവുണ്ടാകണം. പീഡിപ്പിക്കും തോറും വർദ്ധിച്ചു വരുന്നൊരു കൂട്ടരുണ്ടെങ്കിൽ അത് നമ്മളാണ്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നു, പീഡിപ്പിക്കും തോറും ആ ജനം വർദ്ധിച്ചു വന്നു. കാര്യം നാട്ടുകാരല്ല, മനുഷ്യരല്ല, ലോകമല്ല, എത്ര സുവിശേഷ വിരോധികൾ നമ്മെ പീഡിപ്പിച്ചാലും ഈ പുസ്തകത്തെ ഒതുക്കാൻ കഴിയത്തില്ല, ഈ പ്രമാണത്തെ ഒതുക്കാൻ കഴിയത്തില്ല, ഈ പ്രമാണത്തെ ഒതുക്കാൻ കഴിയത്തില്ല. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ ആ കരമൊന്നടിച്ചോ, അധരം തുറന്നോ, ആത്മം നിറവിൽ ആരാധിച്ചിട്ട് പറ, ഇതിനെ ഒതുക്കാൻ ചരിത്രത്തിൽ ഒരുത്തനും കഴിഞ്ഞിട്ടില്ല, ഇനി ഒരുത്തനും കഴിയുകയുമില്ല. അതുകൊണ്ടാണ് ഈ രാത്രി ഈ യേശുവിനെ പ്രസംഗിപ്പാൻ ഇത്ര ആവേശം. ഈ അന്തിയൂർക്കോണത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട്, ഈ മാറാനാഥ ദൈവസഭയിൽ നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറയട്ടെ, ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ, ഈ മാർഗത്തെ ഒതുക്കാൻ, ഇതിനെ പീഡിപ്പിക്കാൻ പാങ്ങുള്ള ഒരുത്തനും ഈ ലോകത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നിഷ്ഠൂരനായ ഭരണകർത്താവായിരുന്ന ഡൊമീഷ്യൻ അരങ്ങ് തകർത്തുവാണ്. പ്രൈസ് ദി ലോർഡ്. ക്രൈസ്തവ ജനത്തെ മുഴുവൻ മുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മുടിക്കുന്നവർ ലിസ്റ്റിൽ പെട്ട ഒരുവനായിരുന്നു അപ്പോസ്തലനായ യോഹന്നാൻ. യോഹന്നാൻ്റെ ടേൺ വന്നപ്പോൾ യോഹന്നാനെ എത്തിപ്പിടിക്കാൻ ഡൊമീഷ്യൻ ഇഷ്ടം തോന്നി. അങ്ങനെ കൽപ്പന പുറപ്പെടുവിച്ചു. ഡൊമീഷ്യൻ്റെ കുബുദ്ധിയിൽ അവൻ ആലോചിച്ച് കണ്ടെത്തിയൊരു മാർഗം, മറ്റെല്ലാവരെയും കൊന്നതുപോലല്ല, ഇവനെ വ്യത്യസ്തമായി കൊല്ലണം. കാരണം യോഹന്നാനെ ഇവിടെ വച്ചു പുലർത്തിയാൽ നമുക്ക് ദോഷമാണ്. പ്രൈസ് ദി ലോർഡ്. എന്താ ഈ നാമത്തിനെതിരെ ഇത്ര പീഡ? എന്താ ഈ നാമത്തെ ഇത്ര തകർക്കുന്നത്? എന്താ ഈ നാമത്തിനെതിരെ ഇത്ര രോക്ഷമെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യര് ചിലർക്കെതിരെ രോക്ഷങ്ങൾ കാത്തു സൂക്ഷിക്കാറുണ്ട്, കോപങ്ങൾ, വൈരാഗ്യം സൂക്ഷിക്കാറുണ്ട്. പക്ഷേ ആ മനുഷ്യൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ മനുഷ്യന് നേരെയുള്ള കോപവും ക്രോധവും എല്ലാം അടങ്ങും, അവരതങ്ങ് വിട്ടുകളയും. പക്ഷേ യേശു മരിച്ചു. മരിച്ചതിന് ശേഷവും ഈ നാമത്തിനെതിരെ പോരാട്ടമുണ്ട്. കാരണം എന്തെന്നറിയാമോ? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളോടുള്ള കോപവും ദേഷ്യവും എല്ലാം ആളുകൾ ഉപേക്ഷിക്കും. പക്ഷെ യേശു മരിച്ചു കഴിഞ്ഞും ഇന്നും ആളുകൾക്ക് ഈ നാമത്തോട് ഭയങ്കര വെല്ലുവിളിയാണ്. കാര്യം എന്തെന്നറിയാമോ? അവൻ മരിച്ചിട്ടില്ല, അവൻ ഇന്നും ജീവിക്കുന്നു. അവൻ മരിച്ചിട്ടില്ല, അവൻ ഇന്നും ജീവിക്കുന്നു. കല്ലറയെ ഭേദിച്ച ഒരേ ഒരു നാമം, അത് ഇന്ന് രാത്രി ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന എൻ്റെ യേശുവിൻ്റെ നാമമാണ്. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് ആ പീലാത്തോസിന്റെ കൽത്തളം മുതൽ ഗോൽഗോഥായുടെ കുലക്കളം വരെ സകല പാപവും വഹിച്ചു കൊണ്ടുപോയി. മൂന്നാണിമേൽ തൂങ്ങി മരിച്ചടക്കപ്പെട്ട് റോമൻ എംപീരിയൻ മുദ്രകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ ഏകനാമം. മഹത്വം, 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 മഹത്വം. ആ യേശുവിനെ കണ്ടാരാധിക്ക്, ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടാരാധിക്ക്, ആ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടാരാധിക്ക്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വ്യത്യസ്തമായൊരു കുലനടപടി നടത്താൻ ആളുകളെല്ലാം വിളിച്ചു കൂട്ടപ്പെട്ടു. ഒരു ഗ്രൗണ്ടിൽ ജനമെല്ലാം ഒരുമിച്ച് കൂടി. ആ ഗ്രൗണ്ടിൻ്റെ ഒത്ത നടുക്ക് ഒരു വലിയ അടുപ്പ് കൂട്ടിയിട്ട് അതിലൊരു വറചട്ടി കയറ്റി വെച്ചു. അതിൽ എണ്ണ ഒഴിച്ചങ്ങോട്ട് തിളക്കാൻ തുടങ്ങി. എണ്ണ വെട്ടി തിളച്ചപ്പോൾ ഡൊമീഷ്യൻ കൽപ്പിച്ചു, ആ യോഹന്നാനെ പിടിച്ച എണ്ണയിലോട്ടിട്. ചിക്കൻ പൊരിച്ചു കോരുന്നത് പോലെ, മീൻ പൊള്ളിച്ചു കോരുന്നത് പോലെ യോഹന്നാനെ പൊള്ളിച്ചു കോരാൻ ആ സ്തോത്രം വറചട്ടിയിലേക്ക് യോഹന്നാനെ എടുത്തെറിഞ്ഞു. കേൾക്കണോ എന്താ സംഭവിച്ചതെന്ന്? ചരിത്രത്തിൻ്റെ ഏടുകളെ തിരുത്തിക്കൊണ്ട് അന്ന് ആ പകൽ ആ എണ്ണ തണുത്തു പോകുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി ഒരു ദൂത് കൈമാറിക്കൊള്ളട്ടെ. അകത്ത് തീയുള്ളവനെ കെടുത്താൻ പുറത്തെ ഒരു തീക്കും കഴിയത്തില്ല. അകത്ത് അഭിഷേകമുള്ളവനെ കെടുത്താൻ പുറത്തെ ഒരു തീക്കും കഴിയത്തില്ല. അകത്ത് തീയുള്ളവനെ കെടുത്താൻ പുറത്തെ ഒരു തീക്കും കഴിയത്തില്ല. അകത്ത് അഭിഷേകമുള്ളവനെ കെടുത്തിക്കളയാൻ പുറത്തെ ഒരു തീക്കും കഴിയത്തില്ല. ഈ രാത്രി മാറാനാഥ ദൈവസഭ ആവേശത്തോടെ ദൈവത്തെ ആരാധിച്ചാട്ട്
അത്യുച്ചനാദമുള്ള കൈത്താളത്തോടെ ആ അഭിഷേകം ഇന്ന് രാത്രി നിന്റെ മേലും ചലിക്കട്ടെ. യോഹന്നാന്റെ മേൽ പകരപ്പെട്ട അതേ അഭിഷേകം കുഞ്ഞേ നിന്റെ മേൽ ഈ രാത്രി പകരട്ടെ. വിശ്വസിച്ച് ആ കരമടിക്കുമ്പോൾ വിശ്വാസത്തോടെ കണ്ണുകളടച്ച് അടുത്തിരിക്കുന്നവർ വേണമെങ്കിൽ ആരാധിക്കട്ടെ. അത് നിന്റെ വിഷയമല്ല. ഇന്ന് രാത്രി നീ ആരാധിക്ക്. നീയും ദൈവമായി ഗെറ്റ് കണക്റ്റഡ് വിത്ത് ഗോഡ്, ഗെറ്റ് കണക്റ്റഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, ഗെറ്റ് കണക്റ്റഡ് വിത്ത് ദ പവർ ഓഫ് ഗോഡ്. ആ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ രാത്രി ആഠരാടി ഇറങ്ങട്ടെ. ചൂടബലം ചര വൈഡബലം ദിവനം ശിവരം ദിബലം ദിവലക്ഷര ചൂടവരം ദിവനം ശിവരം ഫല വൈഡബലക്ഷര. മാറാവുന്ന ദൈവസഭ മുഴുവൻ തീ പിടിച്ചൊരു അന്തരീക്ഷം ഉണ്ടാകട്ടെ. ആത്മമണ്ഡലത്തിൽ കത്തി കയറട്ടെ. ആരകരംതല വേദകരംചര അന്തകരക്ഷര വൈഡവരക്ഷര ചൂടബലംതല വൈഡവരംതല. ഇതിൻ്റെ അന്തരീക്ഷത്തെ എടുത്തു മാറ്റിക്കൊണ്ട് ഉപവാസ പ്രാർത്ഥനയുടെ 2ന്റെ രാത്രി ഒരു അസാധാരണ രാത്രിയായി മാറട്ടെ. ഉപവാസ പ്രാർത്ഥനയുടെ 2ന്റെ രാത്രി ഒരു അസാധാരണ രാത്രിയായി മാറട്ടെ. ചൂടം ബാലം വേദം 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 വേദവലക്ഷം. ഓ വേദം വേദം വേദവലക്ഷം. ഓ വേദകലം ചര വൈഡബലം ധി അർക്കതരാജല വൈഡവരക്ഷക രീകബലം ധിമനം ധിമനം ചര രീകബലം ധിമനം തല വൈഷവ. അകത്ത് കത്തുന്നൊരു തീ വ്യാപരിക്കട്ടെ. അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അപ്പോസ്തലന യോഹന്നാന്റെ മേൽ പകരപ്പെട്ട അതേ നിയോഗം ഈ രാത്രി ഞങ്ങളുടെ ഈ കൊച്ചു കൂട്ടായ്മയ്ക്കകത്ത് വ്യാപരിക്കട്ടെ. ഓ ശബ്ദം മാറുന്നതറിയാ. ആത്മാവിൽ ശബ്ദം മാറുകയാ. അന്തരീക്ഷം മാറുകയാ. ഉടബലവ ശബല പ്രൗഢൽ ഘടക പ്രാപിക്കാനുള്ളവരെല്ലാം പ്രാപിച്ചോണം. ഒരു കൈവയ്പ്പിനായി കാത്തു നിൽക്കരുത്. ഒരു കൈവയ്പ്പിനായി കാത്തു നിൽക്കരുത്. അടുത്തു വന്ന് കൈവയ്ക്കാൻ കാത്തു നിൽക്കരുത്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വാക്കുകളിലൂടെ ഈ ശബ്ദസീമയിലൂടെ നിന്റെ കർണപടങ്ങളിൽ അത് പതിച്ച് ഒരു ദൈവശക്തിയായി നിന്റെ ഹൃദയത്തിൽ ചലിച്ചിറങ്ങുന്നു. വിടുതലുകൾ ഇതിനകത്ത് സംഭവിക്കുന്നു. ബ്രേക്ക് ത്രൂകൾ സംഭവിക്കുന്നു. രോഗികൾ സൗഖ്യമാകുന്നു. ബന്ധനങ്ങൾ അഴിയുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ധേരം 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 ധേകബലക്ഷര ചൂടബലം ചര വൈഡബലം ധിമനം ചര ബൗഡബ ചൂടബലക്ഷര. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. കോപാകുലനായ ഡൊമീഷ്യൻ കൊട്ടാരത്തിലേക്ക് നടന്നു നീങ്ങിയിട്ട് ഇവനെ ഏതുവിധേനെ ഒതുക്കണമെന്ന് അടുത്ത പദ്ധതിയുമായി വരികയാണ്. ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥിക്കുന്നവനെ ഒതുക്കണമെങ്കിൽ അത് ദൈവം പെർമിഷൻ കൊടുക്കണം. പ്രാർത്ഥിക്കുന്നവൻ നശിക്കണമെങ്കിൽ ദൈവം തീരുമാനിക്കണം. അല്ലാതെ ഇവിടെ ആര് തലകുത്തി നിന്നാലും പ്രാർത്ഥിക്കുന്നവൻ നശിക്കത്തില്ല. അവൻ മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കും. ഡൊമീഷ്യൻ്റെ വക്രബുദ്ധിയിൽ അടുത്തൊരാശയം ഉദിച്ചുയർന്നു. ഇവനെ നാട് കടത്താം. എങ്ങനെ നാട് കടത്താം? അങ്ങനെ ഏജിയൻ കടലിടുക്കിൻ്റെ തെക്കു പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന പത്മോസിൻ്റെ ഏകാന്തതയിലേക്ക് നാട് കടത്താൻ തീരുമാനിച്ചു. സ്തോത്രം. കരിമ്പാറക്കൂട്ടങ്ങളും വിഷം ചീറ്റുന്ന സർപ്പങ്ങളും കള്ളിമുൾ ചെടികളും കൊത്തിപ്പറിക്കാൻ പറന്നെടുക്കുന്ന കഴുകന്മാരും മാത്രമുള്ള പത്മോസിൻ്റെ ഏകാന്തതയിലേക്ക് നാട് കടത്താൻ തീരുമാനിച്ചു. കൽപ്പന ദിവസം പോലെ, പ്രമാണം പോലെ, തീരുമാനിച്ചൊതുക്കിയതുപോലെ പത്മോസിൻ്റെ ഏകാന്തതയിൽ നാട് കടത്തി. ഡൊമീഷ്യൻ്റെ ചിന്ത, ഇവൻ അവിടെ കിടന്ന് ഒറ്റപ്പെട്ടു
മരിക്കണം. ഒന്നുകിൽ വല്ല കാട്ടുമൃഗം പിടിച്ചു തിന്നണം, അല്ലെങ്കിൽ ആ വിഷം ചീറ്റുന്ന സർപ്പങ്ങൾ കൊത്തേറ്റ് നിലത്തു വീഴണം, അല്ലെങ്കിൽ കഴുകന്മാർ കൊത്തിപ്പറിച്ചവരെ നശിപ്പിക്കണം, ഒറ്റപ്പെട്ട് മരിക്കണം. പ്രിയരെ, ഇന്ന് രാത്രി ഡൊമിഷ്യന് തെറ്റി. ഒരു പ്രാർത്ഥനക്കാരൻ ഒറ്റപ്പെടണമെങ്കിൽ അവനെ ദൈവം ഒറ്റപ്പെടുത്തണം. ദൈവം ഒറ്റപ്പെടുത്താത്തടത്തോളം കാലം പ്രാർത്ഥിക്കുന്നവൻ ഒറ്റയ്ക്കല്ല. സ്വീകരിക്കാൻ തയ്യാറുള്ളവർ ഈ രാത്രി സ്വീകരിക്കുക. പ്രാർത്ഥനക്കാരൻ ഒറ്റപ്പെടണമെങ്കിൽ, പ്രാർത്ഥിക്കുന്നവൻ ഒറ്റപ്പെടണമെങ്കിൽ അവനെ ദൈവം ഒറ്റപ്പെടുത്തണം. ദൈവം ഒറ്റപ്പെടുത്താത്തടത്തോളം കാലം ഇതിനകത്തിരിക്കുന്ന ആരെങ്കിലും ഒറ്റപ്പെട്ടു പോയെന്നോ, സഹായിപ്പാൻ ആളില്ലെന്നോ, താങ്ങാൻ ആളില്ലെന്നോ എന്നൊക്കെ തോന്നി നിരാശരായിരിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ആത്മാവ് നിന്നെ നോക്കി പ്രബോധിപ്പിക്കുന്നു. കുഞ്ഞേ, നീ ഒറ്റയ്ക്കല്ല. ഈ ലോകയാത്രയിൽ നീ ഒറ്റയ്ക്കല്ല. പ്രാണനാഥൻ ഒപ്പമുണ്ട്. പ്രാണനാഥൻ കൂടെയുണ്ട്. എവിടെയൊക്കെ ഉണ്ട്? നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും യേശു കൂടെയുണ്ടെന്ന് അതങ്ങോട്ട് ഉറച്ച് വിശ്വസിക്കുക. മാംസപ്പലകയിൽ കുത്തി കുറിക്ക്. ആ സഹോദരന്മാരെ, ആ വേഷത്തോടെ പറ, ആര് കൂടെ ഇല്ലെങ്കിലും എന്റെ ദൈവം എന്റെ അടകജല പ്രൗഢൽ കടക ജലകതുന ഉടവൽ കടക ജനകഥന. ഒറ്റപ്പെട്ടു പോയെന്നോ, സഹായിപ്പാൻ ആളില്ലെന്നോ, താങ്ങാൻ ആളില്ലെന്നോ തോന്നി പരാജയപ്പെട്ട നിന്നോടാണ് ഈ രാത്രി പ്രവചന ശബ്ദം. ദൈവം തീ പിടിച്ച പോലാകട്ടപ്പ. ആ ചലിച്ചുകൊണ്ടിരിക്കുന്ന കരങ്ങളെ ദൈവശക്തി വ്യാപരിക്കട്ടെ. ആരോ കരം പിടിച്ചടിക്കുന്നത് പോലെ, ആരോ കരം പിടിച്ചടിക്കുന്നത് പോലെ, ആരോ ആത്മാവിന്റെ മണ്ഡലത്തിൽ പിടിച്ചടിപ്പിക്കുന്നത് പോലെ ഒരു ദൈവശക്തി, 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 ദൈവശക്തി. രാഗം ധേരം രാഗം വേലം ഭേദം ശീകപരം ദിവലംചര വൈഡ പ്രൗഢവരകജന അന്തലഭൂക്ഷവരകജല. സഹോദരന്മാരെ നോക്കി പരിശുദ്ധന്മാർ പറയുന്നു, ഒറ്റയ്ക്കല്ലെന്ന്, ഒറ്റയ്ക്കല്ലെന്ന്. ഈ രാത്രി ധൈര്യമായ കരം ചലിപ്പിക്കുക. ധൈര്യമായി സ്തുതിച്ചോ, ധൈര്യമായി സ്തുതിച്ചോ. നിനക്ക് എഴുന്നേറ്റ് നിന്ന് ആരാധിക്കണമെങ്കിൽ അങ്ങനെ, കരമടിച്ചാണെങ്കിൽ അങ്ങനെ, കരമുയർത്തിയാണെങ്കിൽ അങ്ങനെ, ഏത് വിധത്തിൽ വേണോ ആരാധിക്കാം. കാരണം നീ ഒറ്റയ്ക്കല്ലെന്ന് ഈ രാത്രി. ചൂടബലം ചര വൈഡബലം തല ചൂടബലം ചര രീഗബലം ചര രീഗബലം ചര വൈഡബലം തല രീഗബലം ചര വൈഡബലം തല രീഗബലം തല വൈഡബലം ചര രിഗനം തല വൈഡബലം ചര രിഗനം
വൈഡവരം തല ഇകലംചര 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 വൈഡവരം തല ഇകലംചിവരം ദിവനം തല. ആരെയൊക്കെ നോക്കി ഈ രാത്രി പരിശുദ്ധമ പിന്നെയും പിന്നെയും ആവർത്തിച്ച് വിളിച്ചു പറയുന്നു, ഈ മരുഭൂ യാത്രയിൽ താങ്കൾ ഒറ്റയ്ക്കല്ല, താങ്കൾ ഒറ്റയ്ക്കല്ല, താങ്കൾ ഒറ്റയ്ക്കല്ല, താങ്കൾ ഒറ്റയ്ക്കല്ല, താങ്കൾ ഒറ്റയ്ക്കല്ല. യേശു കൂടെയുണ്ട്. എൻ്റെ പൊന്നു ബ്രദറെ, യേശു കൂടെയുണ്ട്. ഭാരം വേദവലക്ഷി അടകംധിമനംതല വൈശ ഇകനംതല വൈഡവലക്ഷര ഇകനാധികരം ശിവരം ധിക അംധേരകരം ചലബൗഡവ ചുടഹംതല വൈഡവരം ചര ഇകനംധിമനം ധിമനം ധിവ ഇകനംചര വൈഡവരം തല ഇകനംചര വൈഡവരം തല ഇകനംചര വൈഡവരം തല. ഈ ദൂതേറ്റെടുക്കാൻ തയ്യാറുള്ളവരെല്ലാം ആരാധിച്ചോ. ഇകനം ശിവനം തല ഇകനാധികരം തല ഇകനംചര വൈഡവ ഇകനംധിമനം ചര ഇകനംതല വൈഡവ ഇകനംചര വൈഡവ ഇകനാധിപലം ചര ഇകനംതല വൈഡവ. കൂടാതെ പ്രേതം വേദം വേദംശം വൈഡം വേദം ഇകനംചര വൈഡവരം തല. ഈ മരുഭൂ യാത്രയിൽ നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കല്ല. ആര് പറഞ്ഞു ബ്രദറെ നീ ഒറ്റയ്ക്കെന്ന്? ആര് പറഞ്ഞു നീ ഒറ്റയ്ക്കെന്ന്? ആര് പറഞ്ഞു നീ ഒറ്റപ്പെട്ടെന്ന്? ആരാ നിന്നെ ഒറ്റപ്പെടുത്തിയത്? ഈ രാത്രി യേശു നിന്റെ സൈഡിലുള്ളിടത്തോളം കാലം ഒരു മനുഷ്യനോ ഒരു ഗവൺമെന്റിനോ ഇവിടത്തെ ഒരു ന്യായാധിപനോ ഒതുക്കാൻ പറ്റത്തില്ലെന്ന്. ജോലി സ്ഥലത്ത് ഒറ്റപ്പെടുത്തുമോ? യേശു നിന്റെ കൂടെ ഉണ്ടെന്ന്. മറ്റൊരു തലത്തിലേക്ക് ഈ രാത്രി ശുശ്രൂഷയെ ദൈവം കരം പിടിച്ചിരിക്കുകയാ. മറ്റൊരു തലത്തിലേക്ക് ഈ രാത്രി ശുശ്രൂഷയുടെ കരം ദൈവം പിടിച്ചിരിക്കുകയാ. ശീകം ധേനം 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 ചൂടബലം ചര വൈഡവരം ധല ക്ഷാര പ്രൗഢ രാജ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഏജിയൻ കടലിടുക്കിൻ്റെ തെക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന പത്മോസിൻ്റെ ഏകാന്തതയിൽ ഒതുക്കിക്കളയാമെന്നത് ഡൊമീഷ്യൻ്റെ തെറ്റിദ്ധാരണയായിപ്പോയി. ഹേ ഡൊമീഷ്യനെ, താങ്കൾ വിചാരിച്ചാൽ ഒരു പ്രാർത്ഥനക്കാരനെ ഒതുക്കാൻ കഴിയത്തില്ലെന്നേ. ഹല്ലേലൂയ. ഡൊമീഷ്യൻ്റെ ചിന്ത ആ പത്മോസിൻ്റെ ഏകാന്തതയിൽ വിഷം ചീറ്റുന്ന സർപ്പങ്ങളും കരിമ്പാറക്കൂട്ടങ്ങളും പ്രൈസലോട് ഒറ്റപ്പെടലും മാത്രമുള്ള പത്മോസിൻ്റെ ഏകാന്തതയിൽ കിടന്നവൻ മരിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ AD 96 ഡൊമീഷ്യൻ ചത്തുമലർന്നു. പക്ഷേ യോഹന്നാനെ കാണാൻ ദൈവം പത്മോസിൻ്റെ ഏകാന്തതയിൽ ഇറങ്ങി. ഇന്ന് രാത്രി ആവർത്തിച്ച് അടിവരയിട്ട് ഞാൻ ദൂത് പറയാം, ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുകൾ പരാജയമല്ല, നിന്നെ കാണാൻ ദൈവം ഇറങ്ങി വരും. പരിഭവങ്ങളെ കള, പരാതികളെ കള. ആരും വിസിറ്റ് ചെയ്തില്ലെന്നുള്ള, ആരും കണ്ടില്ലെന്നുള്ള, ആരും അറിഞ്ഞില്ലെന്നുള്ള, ആരും നോക്കിയില്ലെന്നുള്ള പരാതി കള. ഈ രാത്രി നിന്നെ കാണാൻ, ഈ നിന്നെ വിസിറ്റ് ചെയ്യാൻ പത്മോസിന്റെ ഏകാന്തതയിൽ ഇറങ്ങിയ അതേ ദൈവം കൂരിരുൾ താഴ്വരയിൽ നിന്നെ കാണാൻ ഇറങ്ങിയിരിക്കും. ഇത് വചനമാണെന്ന് കണ്ട് ഏറ്റെടുക്കാൻ പാങ്ങുള്ളവർ ഇത് ഏറ്റെടുത്തോ, ഏറ്റെടുത്തോ ഈ രാത്രി. ഹല്ലേലൂയ. അങ്ങനെ പത്മോസിൻ്റെ ഏകാന്തതയിൽ കിടക്കുമ്പോൾ ബാക്കി ആമുഖങ്ങളെല്ലാം ഞാൻ കട്ട് ഷോട്ട് ചെയ്ത് വചനത്തിലേക്ക് ഓടി നടന്നു കയറുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആ കർത്താവ് സ്തോത്രം, കർത്തൃദിവസത്തിൽ അവൻ ആത്മവ്യവശനായി. ദൈവം പറഞ്ഞു, കുഞ്ഞേ എഴുതടാ, നിന്നോട് എനിക്ക് ചിലത് പറയാനുണ്ട്. എല്ലാവരോടും എല്ലാം പറയാൻ ദൈവത്തിനില്ല. വേർപെട്ടിരിക്കുന്നവനോടേ ദൈവത്തിന് സംസാരിക്കാനുള്ളൂ. മാളിക മുറിയിൽ കയറിയ 120 പേർക്ക് ദൈവത്തിന് കൊടുക്കാനുള്ളൂ. ഉപവാസവും പ്രാർത്ഥനയും നടക്കുമ്പോൾ ഓടിക്കയറി 1-2 ദിവസത്തെ ലീവൊക്കെ ഇട്ട് ദൈവസന്നിധിയിൽ കയറിയിരിക്കുന്നവന് ദൈവത്തിന് കൊടുക്കാൻ നിശ്ചയമായുണ്ട്.
വറുചട്ടിയിൽ വീഴുന്ന പാസ്റ്ററിനെ വെളിപ്പാടുള്ളൂ. സ്തോത്രം. ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ദൈവകുഞ്ഞിനെ ശുശ്രൂഷ വെളിപ്പെടത്തുള്ളൂ. ഈ രാത്രി ഒറ്റപ്പെടലുകളും ഉടച്ചുവാർക്കലുകളും കണ്ണുനീർ താഴ്വരകളും പരാജയമല്ല, അവസാനമല്ല, അതൊക്കെ ചിലതിൻ്റെ തുടക്കങ്ങളായി മാറുമെന്ന് ആത്മാവ് ചിലതിനെ നോക്കി പ്രവചിക്കുകയാണ്. പേപ്പറും പേനയും കൊടുത്തിട്ട് പറഞ്ഞു, എഴുത, എനിക്ക് ലോകത്തോട് ചിലത് അറിയിക്കാനുണ്ട്. അങ്ങനെ ലോകത്തിൽ 66 പുസ്തകങ്ങളടങ്ങുന്ന 66 ഗ്രന്ഥങ്ങളടങ്ങുന്ന ഒരു ബൈബിൾ നമ്മുടെ കരങ്ങളിൽ കിട്ടുമ്പോൾ എല്ലാ കാലത്തും തലയെടുപ്പോടെ നിൽക്കുന്ന പ്രവചന ഗ്രന്ഥം ഉരുത്തിരിഞ്ഞത് ആ പത്മോസിൻ്റെ ഏകാന്തതയിലാണ്. കരമുയർത്തി ദൈവത്തിനൊരു നന്ദി പറഞ്ഞാട്ട്. അങ്ങനെ ഒരു കൂട്ടം പാറക്കൂട്ടങ്ങൾ എന്ന പോലെ കിടക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് ഈ രാത്രി ചിന്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം നല്ല പുസ്തകമാണ് കേട്ടോ, മനോഹരമാണ്. അതിൻ്റെ എഴുത്തു ശൈലിയോട് 7 കൊണ്ട് മനോഹരമാണ്. സ്തോത്രം, ഹല്ലേലൂയ. 7 സഭകളോടുള്ള ദൂത്, 7 കാഹളം, 7 കലശം, 7 മുദ്രകൾ. നമ്മുടെ പ്രസംഗത്തിനകത്ത് ഒരു 7 മുദ്രയുണ്ട്. അങ്ങനെ 7 കൊണ്ട് മനോഹരമായൊരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അതിനകത്ത് 666 എന്ന് പറഞ്ഞ് തലയെടുത്ത് നിൽക്കുന്ന മറ്റൊരു സ്തോത്രം അക്ഷരവും സംഖ്യയും നമുക്ക് കാണാം. സ്തോത്രം. അങ്ങനെ ഭംഗിയായി രചിക്കപ്പെട്ടൊരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകം എന്താണെന്ന് ഒറ്റ ചോദ്യം ചോദിച്ചാൽ, വാട്ട് ഈസ് ദ ബുക്ക് ഓഫ് റെവലേഷൻ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഇത് മറ്റൊന്നുമല്ല, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ്. ഇന്ന് രാത്രി എൻ്റെ പ്രസംഗ വിഷയം അത് തന്നെ. യേശു കർത്താവ് മാത്രം യോഗ്യൻ. ഹീ ഈസ് വേർതി ഓഫ് ഓൾ. യേശുവിനെ പോലെ യോഗ്യനായി വേറൊരുവൻ ഇല്ല. അത് ഞാൻ ഇങ്ങോട്ട് തെളിയിക്കാൻ പോകുകയാണ്. 5-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രകളാൽ മുദ്രയിട്ട ഒരു പുസ്തകം ഞാൻ കണ്ടു. സ്തോത്രം. വെളിപ്പാടിൻ്റെ തുടക്കം എങ്ങനെയാണ്? സിംഹാസനത്തിൽ ഒരുവൻ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി സിംഹാസനത്തിലിരിപ്പാൻ യോഗ്യനായി ഒരുവനേ ഉള്ളൂ. അതിന്ന് നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ യേശുവാണ്. ഹല്ലേലൂയ. സ്വർഗസിംഹാസനത്തിൽ ഇരിക്കാൻ കയറാൻ പാങ്ങുള്ള വേറൊരുത്തൻ ഉലകമഹാലോകത്തിൽ ഉണ്ടായിട്ടില്ല. സ്വർഗത്തിൽ സിംഹാസനമിട്ടിരിക്കുന്ന ഒരുവൻ മാത്രം, അത് നമ്മുടെ അരുമനാഥനായ യേശുവാണ്. അതുകൊണ്ട് ഒരിക്കൽ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, നാഥ, ഗുരു, ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. സ്തോത്രം. അതിനെന്താ പഠിപ്പിക്കാമല്ലോ, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ആ പ്രാർത്ഥന കേൾക്കാൻ പാങ്ങുള്ള വേറൊരുത്തനില്ല. ഈ രാത്രി തിരിച്ചറിയണം, നീ ആരോടാ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്ന ഒരുത്തൻ മറ്റേ അറ്റത്തുണ്ട്. നീ റൂമിനകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാട്ടുകാർ പറയും ഇവന് വട്ടാണെന്ന് പറയൂ. നീ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുമ്പോൾ ആളുകൾ പറയും ഇവന് സുബോധമില്ലെന്ന്. പക്ഷേ അവർക്കറിയത്തില്ലല്ലോ നിന്റെ പ്രാർത്ഥന കേൾക്കാൻ മറുഭാഗത്ത് വേറൊരാൾ ഉണ്ടെന്ന്. ഈ രാത്രി വിശ്വാസത്തോടെ മഹത്വപ്പെടുത്ത, വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യുക. എന്നോട് ആരെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ വയർലെസ് കണക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് പ്രാർത്ഥനയാണ്, അത് പ്രാർത്ഥനയാണ്, അത് പ്രാർത്ഥനയാണ്, അത് പ്രാർത്ഥനയാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ അത് കേൾക്കാൻ മറുഭാഗത്തൊരുവനുണ്ട്. ഈ രാത്രി ഇതിനകത്ത് കയറിയതിൽ സന്തോഷിക്കണം. മാറാനാഥ വർഷിപ്പ് സെന്ററിന്റെ ഭാഗമായതിൽ ആനന്ദിക്കണം, തുള്ളിച്ചാടണം, സന്തോഷിക്കണം. എന്തെന്നറിയാമോ, നിന്റെ അയൽവക്കത്ത് കിടക്കുന്ന വിജാതീയന് പറയാൻ ആളില്ല, പക്ഷെ നമുക്ക് ചോദിക്കാനും പറയാനും ഒരാളുണ്ട്. ആരോടാ ഈ രാത്രി ഇതൊക്കെ പ്രവചിക്കുന്നത്? വചനം ആരോടാ ഈ രാത്രി പ്രവചിക്കുന്നത്? ഉടമ തുരവ പ്രൗഢൽ ഘടകം. വിജാതീയനൊരു പ്രശ്നം വന്നാൽ അവൻ കയറെടുക്കും, അവൻ പൊട്ടക്കണത്തി ചാടും, റെയിൽവേ സ്റ്റേഷനിൽ പോയി തലവയ്ക്കും, അവൻ വണ്ടിയുടെ മുമ്പിൽ എടുത്തു ചാടും. പക്ഷെ ഒരു ദൈവ കുഞ്ഞിന് പ്രശ്നം വന്നാൽ അവൻ ഓടി മാറാനാഥ വർഷിപ്പ് സെന്ററിൽ കയറും. എന്തിനാ? അവിടെ കേൾക്കാനൊരു ദൈവമാ. ഇവിടെ കേൾക്കാനൊരു ദൈവമുണ്ടെന്ന് പോലും, ഇവിടെ കേൾക്കാനൊരു ദൈവമുണ്ടെന്ന് പോലും. അവനൊരു ചെറിയ കടകടി വന്നാൽ അവന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, അവൻ ആത്മഹത്യ ചെയ്യും. പക്ഷെ ലക്ഷങ്ങൾ കടമുള്ള ചിലതൊക്കെ ഇതിനകത്ത് കാണും. ചാകാത്തതിന് കാര്യം എന്താ? നമുക്ക് മറുപടി തരാൻ ഒരുത്തനുണ്ട്. ഉടമന ശബന പ്രൗഢൽ കടക.
അന്തിമന ക്ഷര പ്രൗഢൽ കടക ജല വൈഡൽ കടക ജലകഥന സിംഹാസനത്തിലൊരുത്തനിരിക്കുകയാ. അതാരെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവനുള്ള ദൈവം. ആരെന്ന് ചോദിച്ചാൽ വിശുദ്ധിയിൽ അതിഭയങ്കരൻ. ആരെന്ന് ചോദിച്ചാൽ വിശുദ്ധി എന്ന് നാമം ധരിച്ചവൻ. ആരെന്ന് ചോദിച്ചാൽ അഗ്നിജ്വാലക്കത്ത കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, വെള്ളോടിന് സദൃശ്യമുള്ള കാലോടുകൂടിയവൻ, ഇരുന്നവൻ, ഇരിക്കുന്നവൻ, വരാനിരിക്കുന്നവൻ, കുരുടന് കാഴ്ച കൊടുത്തവൻ, ചെകിടനെ കേൾപ്പിച്ചവൻ, മുടന്തനെ നടത്തിയവൻ, കുട്ടരോഗിക്ക് സൗഖ്യം കൊടുത്തവൻ, മരിച്ചവരെ ഉയർപ്പിച്ചവൻ, അനുഗ്രഹിക്കുന്നവൻ, ഉയർത്തുന്നവൻ, മാനിക്കുന്നവൻ, കരുതുന്നവൻ, രക്ഷകൻ, നടത്തുന്നവൻ, പരിപാലകൻ, റാഫ, ഒമേഗ, ആദ്യൻ, അന്ത്യൻ, സകലത്തിൻ്റെയും കാരണഭൂതൻ, തത്വത്തിൻ്റെ മുദ്ര, തേജസ്സിൻ്റെ പ്രഭ, ഉടവല ഹന്തൽ പ്രൗഢൽ കടക. 1000 സൂര്യഗോളങ്ങൾ ഒന്നിച്ചുദിച്ചാലും ആകത്തില്ല ആ അപ്പൻ്റെ മുഖശോഭ പോലെ. ഇത്ര നല്ലൊരു ദൈവത്തെ കണ്ടുമുട്ടാൻ ഭാഗ്യം കിട്ടിയവർ ഇങ്ങനെ ആരാധിച്ചാ പോരാ. ഇവിടെ ആളുകൾ ദൈവത്തെ കാണാൻ കയറ് പിരിച്ചടിക്കുന്നു, തീക്കകത്തൂടെ നടക്കുന്നു, കവിള് കുത്തി പൊപ്പിക്കുന്നു, ചൂട് സാധനം വാരി ദേഹത്തൂടെ ഇടുന്നു. പക്ഷേ ഇതെല്ലാം അപ്പൻ ക്രൂശിൽ സഹിച്ചിട്ട് ഇത്ര ഫ്രീ ആയി നിന്നെ ഇതിനകത്ത് കയറ്റിയിരിക്കുമ്പോൾ ഇന്നിങ്ങനെ ആരാധിച്ചാ പോരാ. ഇരിക്കാൻ പറ്റത്തില്ല ഈ രാത്രി നിനക്ക്. സഭയ്ക്കകത്ത് തീ പിടിച്ച പോലൊരു ദൈവ സാന്നിധ്യം. ശംഭം ഭേദം 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 റീകബലം ശിവനം ധിമനം 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 ചര. പ്രാപിച്ചോണം കേട്ടോ. ഒടുവിലൊരു സെക്ഷന് വേണ്ടി മാറ്റിവെക്കാൻ ഈ രാത്രി സമയം കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. ഇതിനിടയിൽ പ്രാപിക്കേണ്ടവരങ്ങ് പ്രാപിച്ചോണം. വചനത്തിൻ്റെ ശക്തി വെളിപ്പെടുമ്പോൾ പ്രാപിക്കേണ്ടവർ ഈ രാത്രി പ്രാപിച്ചോണേ. ഘട്ടം വേദീകക്ഷം രാധികരം ധിമനം 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 ശരം. ഏതിൻ്റെയൊക്കെ മേൽ ഈ വചനത്തിൻ്റെ ശക്തി വന്ന് വീഴുകയാണ്. ഏതൊക്കെയോ നാവുകളിൽ ഈ അഭിഷേകം വന്ന് പിടിക്കുകയാണ്. ഏതൊക്കെയോ കരങ്ങളെ ഇപ്പോൾ ആത്മാവിൽ ഞാൻ കാണുന്നു. സഹോദരങ്ങളെ, പ്രാപിച്ചോത് കൊടുങ്കാറ്റ് വീശുന്ന പോലെ ചിലതിനൊന്നും കസേരയിൽ ഇരിക്കാൻ പറ്റാത്ത വിധം പ്രൗഢ ഋഗല കടക അർക്കം വേദ വേദക്ഷാര ദീപത്താരം ധേരം ധേരം. Receive it in the name of Jesus. ദൈവങ്ങളെ, ഇന്ന് രാത്രി എനിക്കറിയാം ഭയങ്കര ഒരു സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങി നിൽക്കുകയാണ്. ഈ പോഡിയത്തിലൊരു അസാധാരണ സാന്നിധ്യം. ദൈവദാസനെ, ഈ പൾസ് ഇന്ന് മുതൽ മെയിൻറ്റെയിൻ ചെയ്തോണം കേട്ടോ. ഇന്ന് മുതൽ ഇതിന് വർദ്ധിച്ചു വരണം. ഓരോ പ്രാവശ്യം ഈ പോഡിയത്തിൽ കയറുമ്പോഴും ഇത് വർദ്ധിച്ചു വരണം. ഇന്ന് ഇതിനകത്ത് കത്തുന്ന തീ അതിൻ്റെ ആഴം വർദ്ധിച്ചു കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. രക്തം ജയമെടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ളൊരു സ്തോത്രം ചുരുൾ കണ്ടു. അതൊരു പുസ്തകമല്ല, അതൊരു ചുരുളാണ്. മൂലഭാഷയിൽ അത് വ്യക്തമാണ്. അതൊരു പുസ്തകമല്ല. ഇറ്റ് ഈസ് നോട്ട് എ ബുക്ക്, ഇറ്റ് ഈസ് എ സ്ക്രോൾ. അതൊരു ചുരുളാണ്. ചുരുളിനൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ അകത്തും പുറത്തും ബോത്ത് ദ സൈഡ് വെയർ റിട്ടൺ. അകത്തും പുറത്തും എഴുത്തുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. പ്രൈസ്. അകത്തും പുറത്തും എഴുത്തുള്ളൊരു ചുരുൾ കണ്ടു. അതിന് 7 മുദ്രകളാൽ മുദ്ര വച്ചിരിക്കുന്നു. എന്താണ് ഈ അകത്തും പുറത്തും എഴുത്തുള്ള ചുരുൾ? അതിന് യഹൂദ പാരമ്പര്യം ഒന്ന് പഠിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ സ്തോത്രം പ്രിയ ബ്രദറിനെ വിളിച്ചതിൻ്റെ കാര്യം, നല്ലൊരു കുഞ്ഞാണ്, കീബോർഡൊക്കെ അവൻ ആവേശത്തോടെ വായിക്കുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾ യഹൂദന്മാരാണെന്ന് ഒരു 2 മിനിറ്റത്തേക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചോണം. സ്തോത്രം. ലുക്കിൽ ഞങ്ങൾ അല്ലെങ്കിലും എന്ന് ചിന്തിച്ചോണം. യഹൂദന്മാരുടെ ലുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭയാനകമാണ്. സ്തോത്രം. ഭയാനകമല്ല, ഭയങ്കരമാണ്. സ്തോത്രം. തൊട്ടാ രക്തം ചീറ്റും, അത്ര സുന്ദരന്മാരാണ് അവർ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം എന്ന് പറഞ്ഞ് നീ കുഴപ്പമൊന്നുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എനിക്കൊരല്പ വസ്തുവിന് ആവശ്യമുണ്ട്. ഇരമ്യാ പ്രവചനം 32 എടുക്കേണ്ട, നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. ഇരമ്യാവ് 32 6 മുതൽ 29 വരെയുള്ള വാക്യം പഠിച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അവിടെ കിടപ്പുണ്ട്. ഇത് കെട്ടുകഥയല്ല, ഏതെങ്കിലും പുസ്തകത്തിൽ വായിച്ചതല്ല. ഇരമ്യാ പ്രവചനം 32 അധ്യായം 6 മുതൽ 29 വരെ ഉള്ള വാക്യത്തിൽ ഒരു വസ്തുക്കച്ചവടത്തിൻ്റെ ഭംഗി അവിടെ കാണാം. ഞാൻ എൻ്റെ യഹൂദ സഹോദരനോട് ഞാൻ ചെന്ന് പറയും, ബ്രദറെ, സഹോദര, എനിക്ക് കുറച്ച് ഭൂമി വേണമല്ലോ. അപ്പോൾ ഇദ്ദേഹം പറയും, അതിനെന്താ സഹോദര, ഞാൻ തരാമല്ലോ. തരില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ മലയാളികളാണ് 1 ഇഞ്ച് വിട്ടുകൊടുക്കത്തില്ല. ആ മണ്ണിലങ്ങ് കമന്ന് കിടക്കും. എൻ്റെ കുറ്റി പറിക്കാൻ ഞാൻ നിന്നെ സമ്മതിക്കത്തില്ല. നീ എൻ്റെ കുറ്റി പറിച്ചാൽ നിൻ്റെ കുറ്റി ഞാൻ പറിക്കും. പ്രൈസ് ദി ലോർഡ്. നീ എൻ്റെ കല്ലേ തൊട്ടാ നിൻ്റെ കല്ലെത്ത് പിഴുതുവാരി നിൻ്റെ തലയിലടിച്ച് ഞാൻ നിന്നെ കൊല്ലും. നീയും ചാകും ഞാനും ചാകും എന്നും പറഞ്ഞ് മലയാളികൾ 1 ഇഞ്ച് വിടത്തില്ല. പക്ഷേ യഹൂദന് നിയമം കൊടുത്തത് ദൈവമാണ്. ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ കരുണാമയനാണ്, അവൻ സ്നേഹവാനാണ്. അതുകൊണ്ടല്ലേ ഇന്നും ആ ജനം ആദിശക്തിയോടെ പിടിച്ചു നിൽക്കുന്നത്. ഭൂപടം അങ്ങോട്ട് തുറന്നിട്ട് നോക്കിയാൽ ഒരു കൊച്ചു പൊട്ട് പോലെ, അതെ ഇങ്ങോട്ട് നോക്കിയേ, ഇത്രയും പോലുമില്ല ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. അതിൻ്റെ ചുറ്റും കിടക്കുന്നതെല്ലാം വമ്പന്മാരും കൊമ്പന്മാരുമാണ്. പക്ഷേ അവനൊക്കെ തലകുത്തനെ വിചാരിച്ചിട്ട് ഇസ്രായേലിൻ്റെ രോമത്തിൽ തൊടാൻ പറ്റുന്നില്ല. കാര്യം എന്നാണെന്നറിയാമോ? അവന് നിയമം കൊടുത്തത് യഹോവയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് പറയാൻ പറ്റത്തില്ല, തരത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അദ്ദേഹം പറയും, തരാം. അങ്ങനെ എനിക്ക് ആവശ്യമുള്ള ഭൂമിയെല്ലാം കൂടെ അങ്ങോട്ട് അളന്ന് മാറ്റിയിട്ടിട്ട് ഞാൻ പണവുമായിട്ട് ചെല്ലും. പണവുമായിട്ട് ചെല്ലുമ്പോൾ ആ സഹോദരൻ പറയും, അയ്യോ സഹോദര, ഈ പണം തികയത്തില്ലല്ലോ, കുറച്ചുകൂടെ വേണം. അപ്പോഴും എനിക്ക് തരത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഇദ്ദേഹം പറയും, നമുക്കൊരു ചുരുളെഴുതാം, നമുക്കൊരു രേഖയുണ്ടാക്കാം. അങ്ങനൊരു ചുരുളെടുത്തിട്ടിട്ട് അങ്ങോട്ട് എഴുതി പിടിപ്പിക്കും. ഇന്ന മാസം ഇത്രാം തീയതി ഇന്നയാളിന് ഇത്ര സെൻറ്റ് സ്ഥലം, ഇത്ര വസ്തു കൈമാറാൻ തീരുമാനിച്ചു, ഇത്ര രൂപയാണ് അതിൻ്റെ തുകയെന്ന് എഴുതി കഴിഞ്ഞിട്ട് എന്നോട് ചോദിക്കും, ഇനി എത്രയാ കടം? അപ്പോൾ ഞാൻ പറയും, ഇത്രയേ ഉള്ളൂ, ബാക്കി കടമാണ്. ഈ ചുരുളിൻ്റെ മറുപുറം എടുത്ത് ഞാൻ കൊടുക്കാനുള്ള കടം മുഴുവൻ അതിൻ്റെ പുറകിൽ എഴുതി പിടിപ്പിച്ചിട്ട് ഇതിനെ അങ്ങോട്ട് ചുരുട്ടും. 7 മുദ്രകളാൽ മുദ്ര വയ്ക്കും. എന്നിട്ട് മൺകുടത്തിനകത്തടച്ച് മണ്ണടപ്പ് കൊണ്ടടച്ച് ഇതിനെ സീല് ചെയ്യും. 7 മുദ്രകളാൽ മുദ്രയിട്ട് വയ്ക്കും. 7 വർഷത്തിനകം എപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുമോ അപ്പോൾ അദ്ദേഹം മൺകുടം ഉടച്ച് ഈ രേഖ 7 പൊട്ടിച്ച് മുദ്ര 7 പൊട്ടിച്ച് എൻ്റെ പേരിൽ വസ്തു എഴുതി തരും. ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ തുടരും. ഇതാണ്, താങ്ക് യു മോനെ, ഇതാണ് യഹൂദന്മാരുടെ ചരിത്രത്തിൽ കിടക്കുന്ന ഒരു എഴുത്ത് അല്ലെങ്കിൽ ഒരു ചുരുൾ. അത് ഒരു ഡീഡ് ഓഫ് ലാൻഡ് എന്നൊക്കെ നമുക്ക് പറയാം, വസ്തുക്കച്ചവടത്തിൻ്റെ രേഖയെന്നൊക്കെ പറയാം. പക്ഷേ ഈ സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ കയ്യിലിരിക്കുന്ന ചുരുള് വസ്തുക്കച്ചവടത്തിൻ്റെ ചുരുളല്ല, മനുഷ്യകുലത്തിൻ്റെ ചുരുളാണ്. ഹല്ലേലൂയ. മനുഷ്യകുലത്തിൻ്റെ രേഖയാണ് അവൻ്റെ കയ്യിലിരിക്കുന്നത്. എന്താണ് ആ രേഖ? പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ. ആ ഏദൻ തോട്ടത്തിൽ ആദാമിനെ ഹവ്വയെയും സൃഷ്ടിക്കുമ്പോൾ സ്തോത്രം ദൈവം ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞേ, നിനക്കിവിടെ വാഴാം, ഈ കാണുന്നതെല്ലാം ഭരിക്കാം, നീ പേരിടുന്നതൊക്കെ ഇതിന് പേരാകും, നിനക്കിതെല്ലാം ഭക്ഷിക്കാം, ഇതെല്ലാം തിന്ന് തൃപ്തനായി നീ പെറ്റ് പെരുകി സന്താന ബുദ്ധിയുള്ളവരായി നീ ഈ ലോകത്തിൽ ജീവിക്കണം.
വേണം. അങ്ങനെ പറഞ്ഞ് ഒരു രേഖ എഴുതി ഒരു അധികാരപത്രം ആദാമിന് കൈമാറി. പക്ഷെ 3-ന്റെ അന്ന് നമ്മളല്ലേ ആളുകൾ, നമ്മുടെ അപ്പനല്ലേ ആദാം, ഇതൊക്കെ ചെയ്യത്തുള്ളൂ. ഹല്ലേലൂയ. 3-ന്റെ അന്ന് ദൈവത്തിന് പുറം കാട്ടി, പിശാചിന് മുഖം കാട്ടി, ഈ രേഖയെല്ലാം കൂടെ അധികാരമെല്ലാം കൂടെ കളഞ്ഞു കുളിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്തു ചാടി ഇതെല്ലാം കൂടെ സാത്താൻ്റെ കൈകളിലേക്ക് ചെന്നു. ആമേൻ. മനസ്സിലാകുന്നൊരു ആമേൻ പറഞ്ഞേ, സ്തോത്രം. ഇവൻ ഇത് ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് സകല കടവും ഇതിലങ്ങോട്ട് എഴുതി പിടിപ്പിച്ചു. എന്തെല്ലാം കടം ഞാൻ തെളിവ് തരാം. ചടയനെ വായിച്ചോണം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. വേഗം വേഗം. യെഹെസ്കേൽ 2:9. നന്നായിട്ടൊന്ന് വായിച്ച് കേൾപ്പിക്കുകയാണ്. യെഹെസ്കേൽ 2:9. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെഹെസ്കേൽ ഇല്ലേ? അയ്യോ, ഞാൻ നോക്കിയപ്പോൾ, നോക്കൂ, ഞാനിത് എൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞ ദൂതല്ല, വചനം പറഞ്ഞു. യെഹെസ്കേൽ പ്രവാചകൻ പറഞ്ഞു, ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മുൻപിൽ ഒരു കൈ നീണ്ടു വന്നു. അതിൽ വ്യക്തമാണ്, അതിലൊരു പുസ്തക ചുരുളിരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ അതിനെ എൻ്റെ മുൻപിൽ അങ്ങോട്ട് വിടർത്തിയപ്പോൾ അതിൻ്റെ അകത്തും പുറത്തും കണ്ടോ, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ കയ്യിരിക്കുന്ന പുസ്തകം കണ്ടോ, അകത്തും പുറത്തും എഴുത്തുള്ളൊരു ചുരുളിരിക്കുകയാ. എന്താണ് അതിൻ്റെ പുറത്ത് എഴുതിയിരുന്നത്? വായിക്ക്. വിലാപവും സങ്കടവും കഷ്ടവും അതിലെഴുതിയിരിക്കുന്നു. ഒരു രാമയൻ പറഞ്ഞേ. ഈ ചുരുൾ, ഒരു ചുരുളിൻ്റെ നേരെ നീണ്ടു വന്നു. അതിൻ്റെ അകത്തും പുറത്തും എഴുത്തുണ്ട്. അതിൻ്റെ പുറത്ത് വിലാപം, കഷ്ടം, സങ്കടം എന്നിവ എഴുതിയിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ രാവിലെ പറഞ്ഞ ദൂതിനോട് ചേർന്നൊരു ദൂത് പറയാം. ഈ വിലാപം, കഷ്ടം, സങ്കടം ഇതൊന്നും കൊണ്ടുവന്നത് ദൈവമല്ല, ഈ ലോകത്തിലെ പ്രഭുവാണ്. അക്കോർഡിംഗ് ടു ജീസസ്, യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രിൻസ് ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിൻ്റെ പ്രഭു. അക്കോർഡിംഗ് ടു പോൾ, പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, ഗോഡ് ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിൻ്റെ ദൈവം. അപ്പോൾ ലോകത്തിൻ്റെ ദൈവമായവൻ, ലോകത്തിൻ്റെ പ്രഭുവായവൻ ഇതെല്ലാം കൂടെ അങ്ങോട്ട് വാങ്ങിപ്പിടിച്ചിട്ട് മനുഷ്യകുലത്തിൻ്റെ സകല പാപക്കടം, ശാപക്കടം, കഷ്ടം, സങ്കടം, ദുരിതം, രോഗം ഇതെല്ലാം അങ്ങോട്ട് എഴുതി പിടിപ്പിച്ചു. പാസ്റ്ററേ, ഈ രാത്രി വല്ല പോംവഴിയുണ്ടോ? അതാ കുറിവാക്യത്തിൽ വായിച്ചത്. ഈ മുദ്രയെ അഴിപ്പാൻ ഒരുത്തൻ ജയം പ്രാപിച്ചിരിക്കുന്നു. ഈ രേഖയെ അഴിപ്പാൻ ഈ രാത്രി ഒരുത്തൻ ജയം പ്രാപിച്ചിരിക്കുന്നു. അവന്റെ പേര് യഹൂദ ഗോത്രത്തിന്റെ സിംഹ, ദാവീദിന്റെ പേര് രാജാതി രാജാവ്, കർത്താതി കർത്താവ്. അങ്ങനെയെങ്കിൽ ഈ രാത്രി മാറാനാഥ ദൈവജനം അത്യുച്ച നാദമുള്ള കൈത്താളത്തോടെ ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ. ചൂടവരം ചര വൈഡവരം തല ചൂടവലം ചര വൈഡവരം ദിവ അരീവചാര പ്രൗഢ. കണ്ടാരാധിക്ക്. ഈ രാത്രി നിന്റെ രേഖകളെ അഴിപ്പാൻ ജയം പ്രാപിച്ചു വന്നൊരു കർത്താവിന് മുഖാമുഖമായി കണ്ടാരാധിച്ചോ. ഏത് പൈശാചിക തലങ്ങൾ കെട്ടിയതാണെങ്കിലും, ലോകത്തിലെ ഏത് മാന്ത്രിക കൂട്ടുകെട്ടുകളാണെങ്കിലും, മനുഷ്യനും പിശാചുമായി ചെയ്തുണ്ടാക്കിയ ഏത് അവിശുദ്ധ കൂട്ടുകെട്ടാണെങ്കിലും ഇന്ന് രാത്രി എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ആഴിയും. സമാധാനമില്ലാതെയാണോ കയറി വന്നത്? സമാധാനം നിനക്ക് തരുന്നില്ലേ ഈ പിശാച്? ഈ ലോകത്തിലെ പ്രഭു നിനക്ക് സമാധാനം തരുന്നില്ലേ? നിന്റെ കുടുംബത്തിൽ സമാധാനമില്ലേ? നിന്നെ രോഗിയാക്കുന്നുണ്ടോ? നിന്റെ ഉറക്കത്തെ കെടുത്തുന്നുണ്ടോ? സഹോദര, ഈ രാത്രി ഒരു സന്തോഷ വാർത്തയുണ്ട്. അതിനെ അഴിപ്പാൻ എൻ്റെ ദൈവം ജയം പ്രാപിച്ചിരിക്കുന്നു. വിശ്വസിച്ച് ആരാധിക്കുന്നവരുടെ മേൽ ഒരു വിടുതൽ ചലിക്കുന്നതായി എനിക്ക് കാണാം. വിശ്വസിച്ച് ആരാധിക്കുന്നവരുടെ മേൽ അത് വചനമാണല്ലോ ഈ പറയുന്നത്, ദൈവ ശബ്ദമാണല്ലോ ഈ കേൾക്കുന്നത് എന്ന ഉറപ്പോടെ കരം ചലിപ്പിക്കുന്നവരുടെ മേൽ ഒരു വിടുതൽ ഈ രാത്രി എനിക്ക് കാണാം. ചില ചങ്ങലകൾ പൊട്ടുന്നു, ചില അന്യായ ബന്ധനങ്ങൾ അഴിയുന്നു, ചില പാരമ്പര്യ കോട്ടകൾ ഇടിയുന്നു. ശാദ പ്രൗഢ വേദം വേദം വേദബലം ശിവ ചൂടവരാജല വൈഡ പ്രൗഢ രഗജ. ചങ്ങലകൾ അഴിയുന്നു, കയ്യിലെ ആമങ്ങൾ പൊളിയുന്നു. ആ പൗലോസും ശീലാസും അർദ്ധരാത്രി ആരാധിച്ചപ്പോൾ കരങ്ങളിലെ ചങ്ങലകൾ പൊളിഞ്ഞ പോലെ, ആമം പൊളിഞ്ഞ പോലെ ഈ രാത്രി ചിലതിൻ്റെ ആമങ്ങളും വിലങ്ങുകളും പൊളിയുന്നു.
എൻ്റെ പൊന്നു സഹോദരന്മാരൊക്കെ ഇതൊന്ന് വിശ്വസിക്കണം, സഹോദരിമാരിതൊന്ന് വിശ്വസിക്കണം. ഇത് വിശ്വസിച്ചാൽ നീ രക്ഷപ്പെട്ടു, ഇതൊന്ന് ഏറ്റെടുത്താൽ നീ രക്ഷപ്പെട്ടു. ഇന്ന് രാത്രി നിന്റെ ആ സമാധാനത്തിനൊരു ശാന്തി വരാൻ പോകുകയാ. ശീതബലക്ഷിക രത്തിക രട്ടിക രക്ഷിക രാജക രംശപരം തല ചൂടബലം ചര റീകതരം ചര വൈഡവരക്ഷിക റീകവരം ദിമനം തല ഭൂക്ഷവ. പ്രാപിക്കും. ഈ രാത്രി അസാധാരണ കാര്യങ്ങൾ സംഭവിക്കട്ടെ. ഈ രാത്രി അസാധാരണ കാര്യങ്ങൾ സംഭവിക്കട്ടെ. ഇന്ന് രാത്രി നിന്റെ മേൽ വീഴുന്ന ഈ ശുശ്രൂഷ ഉണ്ടല്ലോ, ഇത് ആയുസ് നിന്ന് പോകത്തില്ല. രാത്രി ദർശനം കാണി, രാത്രി വെളിപ്പാട് കാണി, രാത്രി ചൂടം ഭേദം വേദം വേദം. ഓ ചൂടബലക്ഷര, ഓ വൈഡബലം ദിവ, ഓ ചൂടബലം ചര, ആ രീകബലം തല. കണ്ടോ കണ്ടോ, നിന്റെ ശുശ്രൂഷ നീ കാണ്, നിന്റെ ശുശ്രൂഷ നീ കാണ്, ആ ദർശനം നിന്റെ കണ്ണിൽ കാണ്. പ്രൗഢവരക്ഷര ഇകലംശര വൈഡവരം തല, ഇകലംശര വൈഡവരം തല, ഇകലംശര വൈഡവരം തല. അത് ഇന്ന് രാത്രി കത്തട്ടെന്ന് ശുശ്രൂഷയുടെ ചില കൈമാറ്റങ്ങൾ ഇന്ന് രാത്രി. ചിലതിൻ്റെ മേലൊക്കെ അഭിഷേകം വീണിട്ട, ചിലതിൻ്റെ മേൽ ശുശ്രൂഷ വീണിട്ട. ഒരു അസാധാരണ അഭിഷേകം, കൈമാറ്റം സംഭവിക്കുകയാ, കൈമാറ്റം സംഭവിക്കുകയാ. അടകജല പ്രൗഢൽ കടക, ഒരു പൗലോസായി, ഒരു പത്രോസായി കുഞ്ഞേ ദൈവം നിന്നെ പുറത്തെടുക്കുന്നടാ. ഓടി നടന്ന് ചിലതൊക്കെ സ്ഥാപിപ്പാൻ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഒരു തീ പിടിക്കുന്നത് പോലെ നീ ആകുന്നു ഈ രാത്രി. ചൂടവലക്ഷിക രക്ഷിക 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 രംധിബലാതല ചൂടബലം തല വൈഡവലക്ഷര ചൂടവരവരവ. ഓ ഹീബലബലവ ശംദരവൗഡവ ഹീബലബലവ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇങ്ങനെ സിംഹാസനത്തിൻ്റെ കയ്യിൽ ഇരിക്കുന്നവനിൽ അകത്തും പുറത്തും എഴുത്തുള്ളൊരു പുസ്തകം. ഇവിടെ വയനാട് മണ്ണെല്ലാം കൂടെ ഇളകി വീണ് 100 ജീവൻ അതിൻ്റെ അടിയിലായിപ്പോയപ്പോൾ ആളുകൾ പറയുക, അയ്യോ ദൈവത്തിന് കണ്ണില്ലേ, ദൈവത്തിന്. അല്ലാതെ നമ്മളതിൻ്റെ മൂട്ടി കൊണ്ടുവന്ന് JCB വെച്ച് തോണ്ടിക്കൊണ്ടല്ല, എല്ലാം ദൈവത്തിൻ്റെ പടലിക്കാണ്. കൊറോണ വന്നപ്പോഴും ദൈവം എവിടെ പോയടാ, സൗഖ്യദായകന്മാരെവിടെ പോയടാ, പാസ്റ്റർമാരെവിടെ പോയടാ. അല്ലാതെ നീ കാണിച്ചു കൂട്ടിയ ദ്രോഹങ്ങൾക്കുള്ള പ്രതിവിധിയൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതൊന്നിനും കാരണക്കാരൻ ദൈവമല്ല, കാരണക്കാരെല്ലാം നമ്മളും പിശാചുവാ. മനുഷ്യനും പിശാചും തമ്മിലുള്ള കൂട്ടുകച്ചവടമാണ് ഈ സകല സൃഷ്ടിയുടെ നാശം.
ഇനിയെങ്കിലും ബോധമില്ലാത്തവന്മാർ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇരുന്ന് വല്ലതൊക്കെ വിളിച്ചു പറയും. വിവരമില്ല, വല്ലതൊക്കെ അടിച്ച് കയറ്റിക്കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. വേറെ പണിയൊന്നുമില്ല. അവന് മറ്റേ MDMA ഒക്കെ ഇങ്ങനെ വലിച്ചു കയറ്റുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് തോന്നും. അങ്ങനെ ഉടനെ എടുത്തു വെച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. നീ അതങ്ങ് വിശ്വസിക്കും. അന്നും ഇന്നും മാറ്റമില്ലാത്തൊരു പുസ്തകം ഉണ്ടെങ്കിൽ അത് ഇതേ ഉള്ളൂ. അന്നും ഇന്നും മാറ്റമില്ലാത്തൊരു വചനമുണ്ടെങ്കിൽ അത് ഇതേ ഉള്ളൂ. ഇതിൽ പറഞ്ഞതേ ഇന്നലകളിൽ നടന്നിട്ടുള്ളൂ. ഇതിൽ പറയുന്നതേ ഇന്ന് നടക്കുന്നുള്ളൂ. ഇതിൽ പറയുന്നതേ നാളെയും നടക്കുകയുള്ളൂ. അല്ലാതെ അവനും ഇവനും കഞ്ചാവടിച്ചവനും ഒക്കെ വിളിച്ചു പറയുന്നത് കേട്ട് നീ നരകത്തിൽ പോകരുത് എൻ്റെ പൊന്നു സഹോദര. അതൊക്കെ അങ്ങോട്ട് എറിഞ്ഞു കളഞ്ഞ് വചനത്തിൽ നിലമ്പാടെ വീട്. നിന്നെ ഇവിടെയും അനുഗ്രഹിക്കും, അവിടെ കൊണ്ടിട്ടും ദൈവം അനുഗ്രഹിക്കും. ഇവിടെ അനുഗ്രഹിച്ചില്ലെങ്കിൽ അവിടെ ഇട്ടെങ്കിലും ദൈവം അനുഗ്രഹിക്കും. ഇവിടെ പ്രതിഫലമുണ്ട്, ഇവിടെ പ്രതിഫലം കിട്ടിയില്ലെങ്കിൽ ഉറപ്പായി വിശുദ്ധിക്ക് വേണ്ടി നിന്നാൽ അവിടെ പ്രതിഫലമുണ്ട്. ഉറപ്പായി വേർപാടിന് വേണ്ടി നിന്നാൽ അവിടെ നിശ്ചയം. ഇതൊന്നും കുഞ്ഞുകളിയല്ല, തമാശയല്ല. ഹല്ലേലൂയ. വെറുതെ വേറെ പണിയില്ലാത്തത് കൊണ്ടൊന്നും ഇറങ്ങിത്തിരിച്ചതല്ല. ഞാനും എൻ്റെ പ്രിയപ്പെട്ടവളും കൂടെ വിളപ്പിൽശാലയ്ക്കടുത്ത് ഒരു സ്തോത്രം പുതുശ്ശേരി പുന്നശ്ശേരി ദേശത്ത് ട്രാക്റ്റ് കൊടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രാക്റ്റ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ വീടുകളിൽ ട്രാക്റ്റ് കൊടുത്തുകൊണ്ട് ഇപ്പോൾ കാവി പേശ എടുത്ത് അങ്കിൾ ഞങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ട് ഒരിടത്ത് മാറി നിന്ന്. സ്തോത്രം ഹല്ലേലൂയ. ഞങ്ങളങ്ങനെ ട്രാക്റ്റ് കൊടുത്ത് ഇദ്ദേഹത്തിൻ്റെ അടുത്തെത്തി ട്രാക്റ്റ് അങ്ങോട്ട് കൊടുത്തു. ഇദ്ദേഹം പറഞ്ഞു എനിക്കെങ്ങും വേണ്ട നിങ്ങളുടെ ട്രാക്റ്റ് ഒന്നും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വേണ്ടെങ്കിൽ വേണ്ട. ചിരിച്ചുകൊണ്ട് സ്തോത്രം ഞങ്ങൾ ബൈക്കിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പോയി. സ്തോത്രം. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കണ്ടാൽ ആരോഗ്യമുണ്ടല്ലോ, കണ്ടിട്ട് നല്ല വസ്ത്രവും ധരിച്ചിട്ടുണ്ടല്ലോ, വേറെ വല്ലോ പണിക്കും പോയിക്കൂടെ? സ്തോത്രം. വേറെ വല്ലോ പണിക്കും പോയിക്കൂടെ? സ്തോത്രം. ഹല്ലേലൂയ. ഇതാണോ വയറ്റിപ്പിഴപ്പിൻ്റെ മാർഗം? വേറെ വല്ലോ. ഞാനൊന്ന് ചിരിച്ചിട്ട് ആ സൈഡ് ബാഗിലേക്ക് ട്രാക്റ്റ് ഇട്ടിട്ട് വണ്ടി കയറി ഞാൻ പോയി. അദ്ദേഹത്തോട് പറയാതെ ഞാൻ പറഞ്ഞ ചിരിയിലൂടെ ഞാൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. വേറെ പണി കിട്ടാഞ്ഞിട്ടല്ല. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ BA എക്കണോമിക്സ് ഏറ്റവും നല്ല മാർക്കോടെ ഞാൻ പാസ്സായി. മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്ക്, MSW കൗൺസിലിംഗിൽ ഡിഗ്രി എടുത്തു. അത് കഴിഞ്ഞ് ബാംഗ്ലൂർ പോയി MDിവും കംപ്ലീറ്റ് ചെയ്തു. 2 പോസ്റ്റ് ഗ്രാജുവേഷനുള്ള ഞാൻ ഇന്നും ഗവൺമെൻറ് ജോലിയിൽ ടെസ്റ്റ് എഴുതാനുള്ള ഏജും ഓവറായിട്ടില്ല. 3 ഭാഷയൊക്കെ അത്യാവശ്യം കൈകാര്യം ചെയ്യും. എനിക്കറിയാം ഏതൊരു കമ്പനിയിൽ ജോലിക്ക് അപ്ലൈ ചെയ്താലും ഒരു 20 രൂപ ശമ്പളത്തിന്, 25 ബക്സിന് ശമ്പളത്തിന് ജോലി ആരും തരും, എവിടെയും കിട്ടും. കിട്ടാഞ്ഞിട്ടല്ല ഇത് എടുത്തോണ്ട് ഇറങ്ങിയത്, ഇത് മാത്രം സത്യമായതുകൊണ്ടാണ് ഇറങ്ങിയത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി 1000 കാര്യം പറയാൻ എൻ്റെ ഹൃദയത്തിൽ അലതല്ലി കയറി വരിക. പക്ഷേ 10 മിനിറ്റും ഉണ്ട്. സ്തോത്രം. 10 മിനിറ്റ് കൊണ്ട് 1000 കാര്യം പറയാൻ വേണം. ഹല്ലേലൂയ. സ്തോത്രം. 10 നിർത്തിയാൽ മതിയോ? അപ്പോൾ സന്തോഷമുള്ളവരൊന്ന് കൈ ഉയർത്തിയേ. 10 ആയാലും കുഴപ്പം. പക്ഷേ എനിക്ക് നേരത്തെ പോകണം, നാളെ ഞായറാഴ്ചയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നാളെ 3 ആരാധനയല്ലേ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടുത്തെ പ്രശ്നം പുസ്തകം ചുരുളുകളായിട്ട് ചുരുട്ടി മുദ്രയിട്ട് വച്ചിരിക്കുകയാണ്. സ്വർഗത്തിലൊരു ശബ്ദം കേട്ടു, ഈ പുസ്തകം തുറപ്പാൻ യോഗ്യൻ ആര്? ചോദ്യം ശ്രദ്ധിക്കണം. ഈ പുസ്തകം ആര് തുറക്കുമെന്നല്ല, ഇത് തുറക്കാൻ യോഗ്യനാര്? ഹൂ ഈസ് വേൾതി? ഇന്ന് രാത്രി ഞാൻ അതാണ് അടിവരയിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ രേഖകളെ അഴിപ്പാൻ, ഈ പുസ്തകം തുറപ്പാൻ ഒരുവൻ മാത്രം യോഗ്യൻ. അത് നമ്മൾ നെഞ്ചിലേറ്റി നടത്തും നമ്മുടെ അനുമനാഥനായ യേശുവാണ്. സ്തോത്രം. ഇത് ആര് തുറക്കുമെന്നാണ് ചോദ്യമെങ്കിൽ ലോകത്തിലെ പല പ്രമുഖന്മാരും കയറി വന്നേനെ, അല്ലേ? സ്തോത്രം. അലക്സാണ്ടർ ദ ഗ്രേറ്റ് വന്നിട്ട് പറഞ്ഞേനെ ഞാൻ തുറക്കാം, ലോകത്തെ കീഴ്മേൽ മറിച്ചവനാണ്, ഇന്ത്യൻ മഹാസമുദ്രത്തെ നോക്കി നീയും ഒരു കരയായിരുന്നെങ്കിൽ നിന്നെയും ഞാൻ പിടിച്ചടക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ തുറക്കാം. ഹലോ, സോറി. ചോദ്യം ആര് തുറക്കുമെന്നല്ല, തുറക്കാൻ യോഗ്യതയുണ്ടോ എന്നാണ് ചോദ്യം. ഹല്ലേലൂയ. അതിൻ്റെ തൊട്ടുപുറകെ നെപ്പോളിയൻ ബോണപ്പാർട്ട് വന്നേക്കാം. സ്തോത്രം. സ്റ്റാൻലിൻ മേ കം, അരിസ്റ്റോട്ടിൽ മേ കം, ഗാന്ധിജി മേ കം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് സ്തോത്രം ബ്രിട്ടീഷുകാരുടെ തൂക്കുമരത്തിന് ഊഞ്ഞാലാടി വന്ദേ മാതരം പാടി സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന ഗാന്ധിജി പറഞ്ഞേക്കാം ഞാനൊരു രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തിയാളാ, ഞാനിത് വേണമെങ്കിൽ തുറക്കാം. സോറി ഗാന്ധിജി, ഇത് ചോദ്യം ആര് തുറക്കുമെന്നല്ല, തുറപ്പാൻ യോഗ്യനാരെന്നാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒരൊറ്റ
ഒരു നാമം മാത്രം ഇതിന് യോഗ്യൻ. യഹൂദ ഗോത്രത്തിന്റെ സിംഹ, ദാവീദിന്റെ പേര്, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, നമ്മൾ ഉയർത്തുന്ന യേശു. ഇത് നിങ്ങൾ തെറ്റായ സ്ഥലത്തല്ല വന്നത്. യു ആർ ഇൻ എ റൈറ്റ് പ്ലേസ്, യു ആർ നോട്ട് ഇൻ എ റോങ് പ്ലേസ്. നിങ്ങൾ തെറ്റായ സ്ഥലത്തല്ല, യു ആർ ഇൻ എ റൈറ്റ് പ്ലേസ്. നിങ്ങൾ വന്നിരിക്കുന്ന ഇടം വാസ്തവമായ ഇടം. കാര്യം അവൻ കൈപിടിച്ചാൽ പിടിച്ചതാ, അവൻ പറഞ്ഞാൽ പറഞ്ഞതാ. ഉപേക്ഷിക്കുന്ന ദൈവമല്ല. പൗലോസ് ഇങ്ങനെ എഴുതി നിർത്തി, അവൻ എൻ്റെ ഉപനിധി, അവൻ അവസാനത്തോളം എന്നെ നടത്തും. ഹല്ലേലൂയ. തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി, അവൻ വിശ്വസ്തൻ, അവൻ അവസാനത്തോളം അത് നിവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഈ ചോദ്യം കേൾക്കുക, 2-3 വാക്യത്തിലാണ് ഈ ചോദ്യം കിടക്കുന്നത്. പുസ്തകം തുറപ്പാൻ യോഗ്യൻ ആർ? യോഗ്യൻ ആർ? സ്വർഗത്തിൽ 1 മിനിറ്റ് സൈലൻസ് ആണ്, പിൻ പോയിന്റ് സൈലൻസ്. ആരും മിണ്ടുന്നില്ല. നമ്മുടെ ആളുകളും അവിടെ ഉണ്ടായിരുന്നു. എബ്രഹാം വാസ് ദേർ, ഹി വാസ് നോൺ ആസ് ഫ്രണ്ട് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നറിയപ്പെട്ട അബ്രഹാം ഉണ്ടായിരുന്നു. ഈ ചോദ്യത്തിന് മുമ്പിൽ അദ്ദേഹവും തലകുനിച്ചു. മോശ ഉണ്ടായിരുന്നു. മോസസ് വാസ് അനദർ ഗ്രേറ്റ് ലീഡർ. 25 ലക്ഷത്തിൽ പരം വരുന്ന ജനത്തെ ഒറ്റയാൾ പടയാളിയായി നിന്നുകൊണ്ട് നയിച്ചു കൊണ്ടുപോയ മോശയുണ്ടായിരുന്നു. മോശയും ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ തലതാഴ്ത്തി. യോശുവയുണ്ടായിരുന്നു, ഗോഡ് ഡെലിവേഴ്സ് എന്ന് വിളിക്കപ്പെട്ട അടുത്ത നേതാവ്. യോശുവയുണ്ടായിരുന്നു. യോശുവയും ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ തലകുനിച്ചു. ദാവീദ് ഉണ്ടായിരുന്നു, മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട് എന്നൊക്കെ അറിയപ്പെട്ടവൻ, ദൈവത്തിൻ്റെ ഹൃദയം വായിച്ചവൻ, ഹൃദയത്തിൽ ചാരിക്കിടന്ന് സംഗീതം എഴുതിയ കീർത്തനക്കാരൻ ദാവീദ് ഉണ്ടായിരുന്നു. ദാവീദും ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ തലകുനിച്ചു. യെശയ്യാ ഉണ്ടായിരുന്നു, യിരെമ്യാ ഉണ്ടായിരുന്നു, പ്രവാചക വൃന്ദങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമസഭയുടെ എഴുത്തുകാരനും ശില്പിയുമായ പത്രോസ് ഉണ്ടായിരുന്നു, പൗലോസ് ഉണ്ടായിരുന്നു. ഇവരെല്ലാം തലകുനിച്ചു. യെരൂശലേം സഭയുടെ തൂണുകളായി യാക്കോബ് ഉണ്ടായിരുന്നു, യോഹന്നാൻ ഉണ്ടായിരുന്നു, കേഫ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരെല്ലാം തലകുനിച്ചു നിന്നപ്പോൾ ആ ശാന്തതയെ ഭേദിച്ച് ഒരുത്തൻ കയറി വരികയാ. ആ ശാന്തതയെ ഭേദിച്ചൊരുത്തൻ കയറി വരികയാ. ഇതാര് തുറക്കും? ഇന്ന് രാത്രി ഇതിനകത്ത് ഇതെനിക്ക് വേണ്ടി ആര് ചെയ്തു തരും? ഈ കടഭാരത്തെ ആരൊന്ന് തീർത്തു തരും? ഈ രോഗത്തെ എങ്ങനെ ഒതുക്കും? ഈ പ്രശ്നത്തെ, വീട്ടിനകത്ത് അടിച്ച് കയറി വരുന്ന ഈ പ്രതികൂലത്തെ എങ്ങനെ ഒതുക്കുമെന്ന് പറഞ്ഞ് ആലമുറയിട്ട് കരയുന്ന എൻ്റെ പൊന്നു മാതാവേ, ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന എൻ്റെ പൊന്നു സഹോദര, ഇതിനെ ഒതുക്കാൻ, ഇതിനെ ജയിപ്പാൻ, ഇതിൽ നിന്നെ നടത്താൻ ശക്തിമാനായ ഒരു യേശു ഈ രാത്രി ഈ മാറാനാഥയ്ക്കകത്ത് വന്നിട്ടുണ്ട്. കരമുയർത്തിയോ, കരമടിച്ചോ, ആത്മനിറവിൽ ആ ദൈവത്തെ കണ്ടാരാധിക്കുക. രാത്രി You are free to worship the Lord. നിന്നെ ദൈവം അനുവദിക്കുന്നത് പോലെ കരമടിച്ചോ, എഴുന്നേറ്റ് നിന്നോ, കരമുയർത്തിയോ, എങ്ങനെയെങ്കിലും ആ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ, 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 മഹത്വപ്പെടുത്തിക്കോ. ಈಗ ತೇರಂ ಬೌಡ ಪ್ರೌಢ ಜುಡಬಲ ಹಂದಲ ವೈಶ್ಯ ಪ್ರೌಢ ಜೂಡಬರಂ ಶುಭರಂ ಧಿವನಂ 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 ಧಿವ ಜೂಡಬಲಂ ಚರ ವೈಡಬರಂ ಚರ ಜುಡಬಲ ಹಂದಲ ವೈಡಬರಕ್ಷರ. പ്രാപിക്കും, പ്രാപിക്കും, പ്രാപിക്കും. എല്ലാ തലയിലും വന്ന് കൈവയ്ക്കാൻ ഈ രാത്രി സമയമില്ല. എല്ലായിടത്തും വന്ന് തലയിൽ കൈവയ്ക്കാൻ സമയമില്ല ഈ രാത്രി. പക്ഷെ എല്ലാവരും ഇതിനകത്ത് പ്രാപിച്ചോണം. ഈ ഹോളിനകത്ത് ആരും മൗനമായിരിക്കരുത്. കണ്ണുകൾ അടച്ച് അവനിപ്പോൾ എന്നെ തൊടും, ആ യേശു ഇപ്പോൾ എന്നെ തൊടും, ആ യോഗ്യനായ ക്രിസ്തു ഇപ്പോൾ എന്നെ തൊടും എന്ന പ്രതീക്ഷയോടെ ഇരിക്കുക. നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് അവൻ ഇറങ്ങുന്നു. ഉടബാല ശംദ രഗജ റിഗല ശബന പ്രൗഢ ജുഡബ രഗജ ഇഗലം ചര വൈഡവരം തല ജുഡകം തല വൈശവരം തല ജുഡകം തല വൈഡവരം ചര ഇഗലം തല വൈഡവരം ചര ഇഗനം തല വൈശവരം തല ഇഗനം ചര വൈഡവരം തല. ദൂതനിറങ്ങി, ഒരു ദൂതൻ ഇതിനകത്ത് ഇറങ്ങി. ആ ബെഥെസ്ദയ്ക്കകത്തിറങ്ങിയ ദൂതൻ ഇതിനകത്തിറങ്ങി കഴിഞ്ഞു. അവനിതാ ചിലരെ തൊടുന്നു. ചില രോഗങ്ങൾ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ കാണത്തില്ല, ചില മുഴകൾ ഈ രാത്രി കാണത്തില്ല, ചില ത്വക്ക് രോഗങ്ങൾ ഈ രാത്രി കാണത്തില്ല. പ്രാപിച്ചോ. അവിടെ കത്തുക, അവിടെ തീ പിടിക്കുന്ന പോലെ, അവിടെ തീ, അങ്ങ് ബാക്കിലൊക്കെ ദൈവശക്തി. എനിക്ക് കാണാൻ ബ്രദറെ, കാണാം. പ്രാപിക്ക് എടുത്തെറിഞ്ഞുകൊണ്ട്.
ആ ബാക്കിലൊക്കെ ആന്റിയുടെ മേലെ ദൈവശക്തി പ്രാപിക്കും. കത്തിക്കയറട്ടെന്ന്, തീ പിടിച്ച പോലാകട്ടെന്ന്. സമയം മറന്ന്, ശരീരം മറന്ന്, പരിസരം മറന്ന് ഈ രാത്രി ആത്മാവിന്റെ ഒരു കവിഞ്ഞൊഴുക്കിൽ നീന്തി കയറിക്കോ. എന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ശുശ്രൂഷ ഈ രാത്രി ഇതിനകത്ത് വെളിപ്പെട്ട് നിൽക്കുകയാ. ൂടം ധേരം 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 ധേരം. ബലപ്പെട്ടോ ഈ രാത്രി. രോഗങ്ങൾ അഴിയട്ടെ. എൻ്റെ ചില സഹോദരിമാരെ ഈ രാത്രി തൊട്ട് സൗഖ്യമാക്കും. രോഗങ്ങൾ വിശ്വസിക്ക. കരമടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശ്വസിക്ക. ആ രോഗം ഈ രാത്രി അഴിയുന്നു. ഇതൊരു ഉപവാസ പ്രാർത്ഥനയല്ല, ഇതൊരു പവർ കോൺഫറൻസ് ആയി മാറുകയാണ്. പവർ പാക്ഡ് കോൺഫറൻസ് ആയി മാറുകയാണ്. അവൻ അഭിഷേകം ചെയ്തു. അപ്പൊ നിയോഗം കൈമാറപ്പാ. ഈ മുൻനിര മുതൽ പുറകിൽ വരെ, അങ്ങ് പുറകെ അറ്റം വരെ പിശാച് കെട്ടിവെച്ചെല്ലാ കെട്ടുകളെ പൊട്ടിച്ചുകൊണ്ട് ശബ്ദം മാറുന്നുണ്ടോ? അന്തരീക്ഷം മാറുന്നുണ്ടോ? ശുശ്രൂഷയുടെ തലം വെളിപ്പെടുന്നുണ്ടോ? വേദം പ്രാപിച്ചോ. എന്തെല്ലാം പ്രാപിച്ചെടുക്കാൻ പറ്റുമോ ഈ രാത്രി പ്രാപിച്ചോ. കൈവയ്പ്പിന്റെ ആവശ്യമില്ലെന്ന്. ഇവിടെ ദൂതൻ ഇറങ്ങിയിട്ടുണ്ടെന്ന്. ബെഥെസ്ദയിലിറങ്ങിയ ദൂതൻ, ആ കുളത്തിലിറങ്ങിയ ദൂതൻ, ആ കുളത്തിലൊരു ഇടവേള വിട്ടിറങ്ങുന്ന ദൂതൻ ഈ രാത്രി ഒരിടവേളയ്ക്ക് ശേഷം മാറാനാഥയ്ക്കകത്ത് ഇറങ്ങി വന്നിരിക്കുകയാ.
mighty manifestation of the Holy Spirit. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ടേക്ക് കൺട്രോൾ. പരിശുദ്ധാത്മാവേ, ടേക്ക് കൺട്രോൾ. അങ്ങേറ്റെടുത്ത് നടത്തിയാട്ട്, അങ്ങേറ്റെടുത്ത് നടത്തിയാട്ട്. പരിശുദ്ധാത്മാവേ, അങ്ങേറ്റെടുത്ത് നടത്തിയാട്ട്, അങ്ങ് ഏറ്റെടുത്ത് നടത്തിയാട്ട്, അങ്ങേറ്റെടുത്താട്ട് ശുശ്രൂഷ. Yes, I receive it in the name of Jesus. പരിശുദ്ധാത്മാവേ, ജനത്തിൻ്റെ മേൽ ഊതുക. പരിശുദ്ധാത്മാവേ, ഒരു കാറ്റ് പോലെ വീശുക. ഞാനത് ആത്മാവിൽ കാണുന്നു പ്രിയരേ. ഒരു കാറ്റ് വീശുന്നത് പോലെ, ഒരു കാറ്റ് വീശുന്നത് പോലെ ഒരറ്റത്തുനിന്ന് ആത്മാവിന്റെ ശക്തി വീശിയിറങ്ങുന്നത് കാണുന്നു. Yes, 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 yes. ആത്മാവിൻ്റെ വലിയ ചലനം. യെസ്, ആത്മാവിൻ്റെ വലിയ ചലനം. യെസ്, ആത്മാവിൻ്റെ വലിയ ചലനം. യെസ്, ആത്മാവിൻ്റെ വലിയ ചലനം. പ്രാപിച്ചു. ഇത് തടഞ്ഞു നിർത്താൻ ഞാൻ ആളല്ല. ഇത് തടഞ്ഞു നിർത്താൻ ഞാൻ ആളല്ല. ഇതിനകത്ത് പരിശുദ്ധാത്മ വെളിപ്പെട്ടാൽ ഇത് തടഞ്ഞു നിർത്താൻ ഞാൻ ആളല്ല. പ്രാപിച്ചു. എന്തെല്ലാം പ്രാപിക്കാൻ പറ്റുമോ, എന്തെല്ലാം ഈ രാത്രി പിടിച്ചെടുക്കാൻ പറ്റുമോ അതെല്ലാം ഏറ്റെടുത്ത് ശുശ്രൂഷയുടെ കൈമാറ്റങ്ങൾ ഇതിനകത്ത് സംഭവിക്കും. ദർശനങ്ങൾ കൈമാറും. പ്രാർത്ഥനാകാരികൾ എഴുന്നേൽക്കും. പ്രാർത്ഥനാകാരികൾ. കർത്താവിൻ്റെ ദാസൻ സബിൻ പാസ്റ്ററെ, ചില പ്രാർത്ഥനാ വീരന്മാർ എഴുന്നേൽക്കുന്നു ഒപ്പം നിന്ന് പ്രാർത്ഥിക്കാൻ. ചിലതിൻ്റെയൊക്കെ ശബ്ദം മാറുന്ന കണ്ടോ, ചിലതിൻ്റെയൊക്കെ ശബ്ദം മാറുന്ന കണ്ടോ. പ്രാർത്ഥനാ വീരന്മാർ എഴുന്നേൽക്കുകയാണ്. ചില ദാനിയേൽമാർ എഴുന്നേൽക്കുകയാണ്. ചില ദാനിയേൽമാർ എഴുന്നേൽക്കുകയാണ്. ിഗവരംശര വൈഡവരംധല ജുഡവല ഹംദല വിഗരംശ വൈഡ പ്രൗഢ ജുഡബ റിഗല ജഗന ജഗന റിഗല. ഇത് സ്റ്റോപ്പ് ചെയ്യാൻ നമ്മളാളല്ല, മനുഷ്യരായി ഞങ്ങളാളല്ല. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നാൽ പിന്നെ ആ നിയോഗത്തിൽ ഇതങ്ങ് പോയിക്കൊണ്ടിരിക്കും. പ്രാപിച്ചോ. ഇരിക്കുന്ന ഇരിപ്പിടത്ത് എടുത്തു മറിച്ചുകൊണ്ട് ആത്മാവിൻ്റെ ശക്തി ദിവ്യ. ഋഗതലജലഘടക അന്യഭാഷകളെ പ്രാപിക്കുക. ഇന്നലെ വരെ പറഞ്ഞ ഭാഷകളല്ല, പുതുഭാഷകൾ. ശുശ്രൂഷയുടെ അടുത്ത തലങ്ങൾ. ആരാധാരാജല ജലംധിമനം ചര ജുഡബലഘടകം പ്രൗഢവരച്ചര ജുഡബലഘടകം രാജലവൈശ്യ പ്രൗഢവരച്ചര ജുഡബലഘടകം ജുഡബലഘടകം ജലംചര വൈഡവ ജൂഡവരച്ചര വൈഡവലച്ചര ജുഡബലഘടകം ജുഡവച്ചബല പ്രൗഢവരച്ചര ജുഡബലഹംദല വൈശ്വരംദല ജുഡബലഘടകം പ്രൗഢവരച്ചര ജലംധല വൈഡവലച്ചര ജുഡബലഘടക ജുഡബലഹംദല വൈശ്വരംദല ജുഡകംചര വൈഡവരംദല ജുഡബലഘടക ചിഗര പ്രൗഢവ ജുഡബലഘടകം ഇകലം ശിവരംദിവരം ചര ജുഡബലഘടകം പ്രൗഢവരച്ചര ഇകലച്ചര വൈഡവലച്ചര ജുഡബലഘടകം ദിഗല പ്രൗഢ ജുഡകംചര ജുഡബലഘടക ജുഡകത്തുര വൗഡബലഗജന. ഈ പുസ്തകം തുറക്കാൻ ആളില്ല എന്ന് പറഞ്ഞ് അലതല്ലി കരയുന്ന യോഹന്നാനെ കണ്ടോ. ഇനി തുറക്കാൻ ആളില്ല
ഇല്ലെന്ന് കണ്ടപ്പോൾ അവൻ ഏറ്റവും കരഞ്ഞു. യോഹന്നാൻ ഏറ്റവും കരഞ്ഞു. പത്മോസിൻ്റെ ഏകാന്തതയിൽ ആ ക്ഷീണത്തിനകത്ത് ആരും തുറക്കാനില്ലെന്ന് കണ്ട് തലതല്ലി കരയുന്ന യോഹന്നാൻ്റെ അടുത്തേക്ക് ഒരു മൂപ്പൻ ഓടി വന്ന് അവൻ്റെ തോളി തട്ടിയിട്ട് പറയുകയാ, കരയണ്ട, പുസ്തകം തുറപ്പാൻ, അതിൻ്റെ മുദ്രകളെ പൊട്ടിപ്പാൻ ഒരുത്തൻ ജയം പ്രാപിച്ചിരിക്കുന്നു. യഹൂദ ഗോത്രത്തിന്റെ ശിബാം. കണ്ടാരാധിക്ക് അറുക്കപ്പെട്ട കുഞ്ഞാടിനെ കണ്ടാരാധിക്ക്. ആ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ കണ്ടാരാധിക്ക്. ചൂടം വേദം വേദബലം ശിവ രിഗലംചര വൈഡബലക്ഷര രിഗനംതല വൈഡബലക്ഷര ചുടഹംതല വൈഡബലക്ഷര രിഗനംതുല വൈഡവരം തല രിഗനംചര വൈഡവരം തല ഉടവക്ഷര ബൗഡവരം തല. ആരൊക്കെ ദൈവം ബലപ്പെടുത്തുന്നു രാത്രി. ചില അരകളെ ദൈവം മുറുക്കി കെട്ടുന്നു, ചില കാലിന് ചെരുപ്പ്, ചില കരങ്ങളിൽ വടി. മോശയെ പോലെ പുറപ്പെടാൻ ചിലത് തയ്യാറായിക്കോ. ജൂഡവരം ചര ജുഡബലകം തല വൈഡബലക്ഷര ജൂഡവരം തല രിഗനം ചര വൈഡവരം തല ജുഡബലഹതുര പ്രൗഢവരക്ഷര രിഗനം തല വൈഡവരം ചര രിഗലഘടകജല രിഗലക്ഷര വൈഡവരം തല രിഗനം ചര വൈഡവരം തല രിഗലക്ഷര വൈഡവലം തല രിഗലക്ഷര വൈഡവരം തല രിഗനം ചര വൈഡവരം തല രിഗലം ചര വൈഡവരം തല ജുഡകം ചര വൈഡവരം തല രിഗലം ചര ജുഡബലഹം തല രിഗലം തല വൈഡവരം തല ഔഡബല ക്ഷവല പ്രൗഢ. ഇതിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന ശുശ്രൂഷയെ പിടിച്ചു നിർത്താൻ ഞാനാളല്ല. ഇന്ന് രാത്രി നീ പ്രാപിക്കേണ്ടതെല്ലാം പ്രാപിച്ചോ. ശിഖരംതല വൈഡ പ്രൗഢ ചുഡഹംതല വൈഡവലംചര രിഗനംതല വൈഡവരംചര രിഗനംതല വൈഡവരംചര രിഗനാജല വൈഡവരംചര രിഗനംധിമനംധിമലംചര രിഗനക്ഷര ജുഡബലഹംതല രിഗനംചര വൈഡവരഗജല ചുഡഹംതല വൈഡവരഗജല രിഗലക്ഷര വൈഡവരംതല രിഗലംചര ബൗഡവരഗജ. ഇരുന്നോ നിന്നോ ആത്മാവ് ഹേമിക്കുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് ആരാധിക്കാം. ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന് ആരാധിക്കണമെങ്കിലും കുഴപ്പമില്ല. ആരാധിച്ചോ, പ്രാപിക്കാതെ പോകരുത്. ഊടബലക്ഷര രിഗനംതല വൈഡബലക്ഷര രിഗനംതല വൈഡവരംചര രിഗനംചര വൈഡവരം തല രിഗനംചര വൈഡവരം തല ചുടഹംചര വൈഡവരം തല രിഗനംചര 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 വൈഡവലം തല രിഗനംചര വൈഡവരം തല രിഗനംചര വൈഡവരം തല രിഗനംചര വൈഡവരം തല രിഗനംചര വൈഡവലം തല രിഗനംചര വൈഡവരം 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 തല രിഗനംചര ജുഡബലകം തല രിഗനംചര വൈഡവലം തല രിഗനംചര വൈഡവരം തല രിഗനംചര വൈഡവരം ധിമ രിഗനാജകരംഷേ രിഗനംഷേ രിഗനംധേ രിഗനംഷേ രിഗനംധേ രിഗലംധിമനംധിമനംധിമനംചര രിഗനാജന വൈഡവ രിഗനംചര വൈഡവ ജുഡബലകത്തല രിഗലക്ഷര വൈഡകരക്ഷര രിഗലക്ഷര ഘടക പ്രൗഢ രിഗനംചര വൈഡകരക്ഷരം. ഓ ചൂടാബാല ശംദാരാജ രീവക്ഷാര രീഗവലം തല വൈഡവരം ചര ചുടഹംതല വൈഡവ ചൂടവരക്ഷര രിഗനംചര വൈഡവരം തല രിഗനംചര വൈഡവരം തല ചുടഹംചര വൈഡവരം തല ചുടഹംചര വൈഡവരം തല രിഗനംചര ജുഡബലഘടകം അടകം തല വൈഡവരക്ഷര ചുടഹംചര ജുഡബലഘടകം അടകം തല വൈഡവരക്ഷര രിഗനം തല വൈഡവലം ചര രിഗനം തല വൈഡവലം ചര രിഗനം തല വൈഡവലക്ഷര രിഗനം തല വൈഡവലം ചര രിഗനം തല വൈഡവലക്ഷര രിഗനക്ഷര വൈഡവരം തല രിഗനം തിമനം ശിവനം തല രിഗനംചര വൈഡവരം തല രിഗനാജന വൈഡവരം തല. പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ, പ്രവാചകിമാർ എഴുന്നേൽക്കട്ടെ, ദർശനമുള്ള ചിലർ എഴുന്നേൽക്കട്ടെ, വെളിപ്പാടുകളെ കണ്ണുകളിൽ കണ്ടു തുടങ്ങട്ടെ. പ്രവചിക്കുന്ന ചില പ്രവാചകിമാർ എഴുന്നേൽക്കട്ടെ ഈ രാത്രി. ഈ കാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും, എൻ്റെ ആത്മാവിനെ പകരും. വൃദ്ധന്മാർ ദർശനങ്ങളെ കാണും. ഓ കുഞ്ഞുങ്ങൾ പ്രവചിക്കും. ഈ രാത്രി ആ ഉണർവിൻ്റെ ദിവസങ്ങളായി മാറട്ടെ. ഓ ഉണർവിൻ്റെ ദിവസങ്ങളായി മാറട്ടെ. ഈ റിവൈവൽ സെന്റർ യഥാർത്ഥമായ ഒരു ഉണർവിൻ്റെ രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രി അന്ന് അസൂസ സ്ട്രീറ്റിൽ വെളിപ്പെട്ടത്, മർക്കോസിന്റെ മാളികമുറിയിൽ വെളിപ്പെട്ടത് ഈ അന്തിയൂർക്കോണത്തിന്റെ വീതിയിൽ ഈ രാത്രി സംഭവിക്കട്ടെ. നിൽക്കാത്ത ചില ഉണർവ്, നിൽക്കാത്ത പരിശുദ്ധാത്മാവ് ഈ രാത്രി പ്രവചിക്കുന്നു. നിൽക്കാത്ത നോൺ സ്റ്റോപ്പ് റിവൈവലുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, നോൺ സ്റ്റോപ്പ് ഉണർവുകൾക്ക് വേണ്ടി അഭിഷിക്തനെ പ്രാർത്ഥിച്ചോ. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഉണർവുകൾ ഈ രാത്രി സംഭവിക്കും.
ഉടവൽച്ചര വൗഡവരം തല ഇകലംചര വൈഡവരം തല ഇകലംചര വൈഡവലം തല. സഹോദരന്മാർ, ആവേശത്തോടെ കയറി വാ, ആവേശത്തോടെ അത്യുച്ച നാദമുള്ള കൈത്താളത്തോടെ ഊടാ വൗഡാ രഗജ രീകം ചബല പ്രൗഢ. ഇരുന്ന് ആരാധിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എഴുന്നേറ്റ് നിന്ന് ആരാധിച്ചോ. ഒറ്റ കണ്ടീഷൻ, പ്രാപിച്ചേ പോകാവൂ, ഒരു വിടുതൽ പ്രാപിച്ചേ പോകാവൂ, അനുഗ്രഹിക്കപ്പെട്ടേ പോകാവൂ. ഞാൻ ആദ്യമേ പറഞ്ഞു, എബ്ബേസിന്റെ അതിരുകളെ വിശാലമാക്കിയവൻ ഈ രാത്രി നിന്റെ അതിരിനെ വിശാലമാക്കുന്നു. ആരാധിക്കുന്നവന്റെ അതിര് ഈ രാത്രി വിശാലമാകും. ആരാധിക്കുന്നവന്റെ ബിസിനസ് ഈ രാത്രി വിശാലമാകുന്നു. ആരാധിക്കുന്നവന്റെ കടബാധ്യത ഈ രാത്രി ഒതുങ്ങുന്നു. ആരാധിക്കുന്നവന്റെ രോഗം ഈ രാത്രി ഒടുങ്ങുന്നു. ഓ വികലംചര വൈഡ പ്രൗഢ വിടഹംദിവ രംശിക രംധിര വൗഡവ വിടഹംചര വൈഡവരം തല വികലംചര 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 വൈഡവലം തല വിടഹംചര വൈഡവരം തല വികലംചര 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 വൈഡ. എനിക്ക് കാണാമത് ഒരു കാറ്റ് വീശുന്നത് പോലെ, മരങ്ങൾ വളയുന്ന വിധത്തിൽ ഒരു കാറ്റ് വീശുന്നത് പോലെ ഈ ഹോളിൽ ഒരു കാറ്റ് വീശി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലതിൻ്റെ ഭാവിയെ ദൈവം തിരുത്തുന്നു. ഇന്നത്തെ ആരാധനയോടെ ചിലതിൻ്റെ ഭാവികൾ ദൈവം തിരുത്തുന്നു. ചിലതിനെ അസാധാരണ വ്യക്തിത്വങ്ങളായി പുറത്തെടുക്കുന്നു. ചിലതിൻ്റെ ഭാവികളിൽ ബ്രേക്ക് ത്രൂകൾ സംഭവിക്കുന്നു. സാധാരണ മനുഷ്യന്മാരല്ല, അസാധാരണക്കാരായി ചില യൗവനക്കാർ എഴുന്നേൽക്കുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ ഗതിയെ ദൈവം തിരിക്കുന്നു. ദൈവം തിരിക്കുന്നു. ദൈവം തിരിക്കുന്നു. ഹോ റിസീവ് ഇറ്റ്. പ്രാപിക്ക് 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 പ്രാപിക്ക്. ഉടാനം വൈഡം വേദം അടകം ശിവരം ധിമനം ചര ഇകലം തല വൈഡവലക്ഷര ഇകലം തല വൈഡവരം ചര ഉടകം തല വൈഡവരം തല ഇകലം ചര വൈഡവലം തല ഇകലം ചര വൈഡവരം തല ഇകലം ചര ജുഡവൽക്കടകം അടകം തല വൈഡവലക്ഷം ഇകലം ധിമനം ശിഖരം തല ഇകലം ചര വൈഡവരം തല ഇടകം തല വൈഡവലം ചര ഇകലം തല വൈഡവലക്ഷര ഇകലം തല വൈഡവലം ചര ഇകലം തല വൈഡ. യേശ് സംഭവിക്കട്ടെ. ഋഗനം തല വൈഡവലം ചര ഋഗനം തല തല വൈഡവലം ചര ഋഗനം തല വൈഡവലം ചര ഋഗനം തല വൈഡവലക്ഷര ഋഗനം തല വൈഡവലക്ഷര ഋഗനം ചര വൈഡവരം തല ഋഗനം ചര വൈഡവരം തല ഋഗനം ചര വൈഡവരം തല ഋഗനം ചര വൈഡവരം തല ഋഗനം ചര വൈഡവലം തല ഋഗനം ശിവരം ധിമനം ധിവ ഋഗനം ചര വൈഡവലം തല ചുടകം തല വൈഡവലക്ഷര ഋഗനക്ഷികരം ധിമരം തല ുടാര പ്രൗഢാര ജൂഡാബാല ശംധാരഗജ ഇകലക്ഷര വൈഡവരക്ഷര ജുഡബലഹം തല ജുഡബലഗക്ഷര ഇകലത്തുര വൈഷവരം തല ജൂഡവലക്ഷര ഇകലംചര ജൂഡവരം തല ഇകലംചര വൈഡവരം തല ഇകലക്ഷര വൈഡവരം തല ഇകലക്ഷര വൈഡവരം തല ഇകലംചര 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 വൈഡവരം തല ഇടകം തല വൈഡവരം തല ഋഗനം ചര വൈഡവനം തല ഋഗനം ചര വൈഡവരം തല ഋഗനം ചര വൈഡവരം തല ഋഗനം ചര വൈഡവരം തല ഋഗനം ചര വൈഡവരം തല ഋഗനം ചര വൈഡവരഗജല ചുടകം ചര വൈഡവലം ചര ഋഗലം തല വൈഡവലം ചര ഋഗനം തല വൈഡവലം ചര ഋഗനം തല വൈഡവരം ചര ഋഗനം തല വൈഡവലം ചര ഋഗല പ്രൗഢവ ജുഡവലഹം തല. പ്രാപിച്ചോ 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 പ്രാപിച്ചോ. റിസീവ് ഇറ്റ് 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 ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ അത് പ്രാപിച്ചോ. യേശുവിൻ്റെ നാമത്തിൽ അത് ഏറ്റെടുക്കുക ഏറ്റെടുക്കുക ഏറ്റെടുക്കുക. അതിനെ പിടിച്ചു നിർത്താൻ നമ്മൾ ആളല്ല. ഈ രാത്രി പ്രാപിച്ചോ പ്രാപിച്ചോ. ശുശ്രൂഷയുടെ അടുത്ത തലങ്ങളിലേക്ക് കയറിക്കോ. ആത്മമണ്ഡലത്തിൻ്റെ അടുത്ത തലങ്ങളിലേക്ക് കയറിക്കോ. ആത്മവെളിപ്പാടിൻ്റെ അടുത്ത തലങ്ങളിലേക്ക് ഈ രാത്രി കയറി വാ. ആരെയൊക്കെ പരിശുദ്ധാത്മാവ് തൊടുന്നു. ആ വിശ്വാസത്തിൻ്റെ ആത്മാവിനെ ദൈവം ഫലിക്കുന്നു. ചിലതിനെ വിശ്വാസത്താൽ ഈ രാത്രി പിടിച്ചുറപ്പിക്കുന്നു.
ജുഡബറബബ ശംദര ജലഘടക ദിഗലഘടക ജഗൽഘടക അധുരബല ബൗഡവർഗ ജലഹത്തുര പ്രൗഢൽ ഘടക ജലഹതുര അന്തലബല ബൗഡബൽ ഘടക ജലഘടക. ഇന്ന് രാത്രി ചിലതിൻ്റെയൊക്കെ അടുത്ത് വന്ന് നിങ്ങളതൊക്കെ പ്രവചിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പരിശുദ്ധാത്മാവ് ചിലതിൻ്റെയൊക്കെ മേൽ ദൂതുകൾ, ഇതിനകത്തിരിക്കുന്ന ചില ആളുകളൊക്കെ ഈ ആരാധന കഴിയുമ്പോൾ, കുഞ്ഞുങ്ങളെ എഴുതി വെച്ചോ, ശക്തമായി ആരാധിച്ച ചിലതിനോടൊക്കെ ദൈവം ഭാവിയെ പോലും തിരിക്കാൻ പോകുകയാണ്. അസാധാരണമായി ദൈവം നിന്നെ നടത്താൻ പോകുകയാണ്. ഭയങ്കര കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിലൂടെ ദൈവം ചെയ്യാൻ പോകുകയാണ്. ഉടമന ഹംദൽ പ്രൗഢൽ ഘടകജല അർക്കഥന ജനാദിയക്ഷ വേദഘടക പ്രൗഢൽ ഘടകജലഗതുന അന്ധര ജഗക്ഷര പ്രൗഢൽ ഘടകജനഗതുന ശിവര പ്രൗഢൽ ഘടക. ചില വരണ്ട നിലങ്ങളെ ദൈവം നീരോട്ടമുള്ളതാക്കി മാറ്റും. വെള്ളമില്ലാത്തടത്ത് വെള്ളമുണ്ടാകും. ഹല്ലേലൂയ. ഓ, പകലിനൊരു മേഘം, രാത്രിക്കൊരു അഗ്നിസ്തംഭമായി ഈ രാത്രി മുതൽ ദൈവം ചിലതിന് വേണ്ടി വെളിപ്പെടും. യെസ് ആ ഒരു അന്തരീക്ഷം നിന്നു പോയിട്ടില്ലെന്ന് എനിക്കറിയാം. ആ ഒരു അന്തരീക്ഷം നിന്നു പോയിട്ടില്ലെന്നറിയാം. അടകജലകതുന ഉടകതന അന്ന് എഴുന്നേറ്റ് നിന്ന് ആരാധിച്ചേ. ഉടകൽ കടകജന അടകത്തുര വൗഢവരികജല റികലംചര വൈഡവരം തല റികലംചര വൈഡവരം തല റികലംചര വൈഡവരം തല റികലംചര വൈഡവരം തല റികലം തല. ആ അന്തരീക്ഷം നിന്നു പോയിട്ടില്ല. ഇത് മനുഷ്യന് പിടിച്ചു നിർത്താൻ പറ്റുന്നതല്ല. അങ്ങനൊരു കാറ്റാണ് ഈ രാത്രി ഇതിനകത്ത് വീശിയത്. അങ്ങനൊരു കാറ്റാണ് ഈ രാത്രി വീശിയത്. അങ്ങനൊരു കാറ്റാണ് ഈ രാത്രി വീശിയത്. ഊടാ ബൗഡാ ചൂടാ രഗജ. ഇപ്പോൾ ചില കാലുകൾ ഉറക്കത്തില്ല. പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒരാത്മപകർച്ച, പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒരാത്മപകർച്ച, കാലുകൾ പോലും പറഞ്ഞു പോകുന്നത് പോലെ എടുത്തെറിഞ്ഞുകൊണ്ട്, ഓ ആത്മാവിൽ ഞാൻ കാണുന്നു, കാറ്റിൽ അടിച്ചുലഞ്ഞു പോകുന്നത് പോലെ, ഒരു റബ്ബർ പന്ത് എടുത്തെറിയുന്നത് പോലെ പരിശുദ്ധാത്മാവ് ചിലതിൻ്റെ മേൽ ഇപ്പോൾ കാഴ്ചക്കാരായ ആരും നിൽക്കരുത്, ഇപ്പോൾ ചിലതിൻ്റെ മേൽ വന്നു വീഴുന്നു. Receive it. Receive it. സ്വീകരിക്കുക, 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 സ്വീകരിക്കുക. പിടിച്ചാ കിട്ടത്തില്ല. എടുത്തെറിഞ്ഞുകൊണ്ട് അങ്ങ് പുറകിൽ ആ സഹോദരന്റെ മേൽ വന്നു വീഴുന്നു. ആ പുറകിൽ സഹോദരിമാരുടെ മേൽ, ഈ മുമ്പിൽ ഈ സഹോദരിയുടെ മേലൊക്കെ. ഓ ഓ ഓ ഓ പ്രാപിച്ചു അങ്ങ് ബാക്കിൽ. ഓ പ്രാപിച്ചോ പറഞ്ഞ, പ്രാപിച്ചോ സവിൻ പാസ്റ്റേ, പ്രാപിച്ചോ. കൈവയ്ക്ക നിയോഗം വെളിപ്പെടുന്നു. തീ പിടിച്ച പോലെ പ്രാപിച്ചോ. എടുത്തെറിഞ്ഞുകൊണ്ട് അവരുടെ കാലുകൾ തറയിൽ ഉറക്കത്തില്ല. എടുത്തെറിഞ്ഞുകൊണ്ട് ഒരു ആത്മപകർച്ച. എന്റെ പൊന്നു പറഞ്ഞ, നീ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാ. ദേശത്ത് നീ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാ. Receive it in the name of Jesus. Power of the Holy Spirit. പിടിച്ചാ കിട്ടത്തില്ല. എടുത്തെറിഞ്ഞുകൊണ്ട് ആത്മപകർച്ച. പ്രാപിച്ചോ ഈ രാത്രി. Receive it in the name of Jesus. ഊടാ ശാബ രാജ രഗജ രഗലക്ഷര ബൗഡബ ലക്ഷര റിഗല പ്രാപിച്ചോ ഉടകക്ഷര ബൗഡബ ലക്ഷര ഉടകംതല വൈഡബ ലക്ഷര അടകംതല ജുഡബലകട ൂഢബലക്ഷര റിഗലഘടകജല അംധരബല ഭൂഷബരഗജല അംധേര പ്രൗഢബരക്ഷര റിഗലംതല വൈഡബലക്ഷര ബൗഡബരം തല റിഗലംക്ഷര വൈഡബരം വികലംചര വൈഡവരം തല 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 വികലംചര വൈഡവരം തല. ഒരു അസാധാരണ ശക്തി ഇതിന്റെ മേൽ നിഴലിടുന്ന കാഴ്ച എനിക്ക് കാണാം. തീ പിടിച്ച പോലെ തീ പിടിച്ച പോലെ
തീ പിടിച്ച പോലെ ഉടബലബ ശവൽ രാത്രി അഴിയുന്നു. ഓ റിസീവ് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ മണ്ഡലം ഈ രാത്രി അഴിയുന്നു. ആ മണ്ഡലം ഈ രാത്രി അഴിയുന്നു. ഒരു ഭയങ്കര ശക്തി നിന്റെ വലിപ്പം വന്നു വീഴും. തീ പിടിക്കുന്ന പോലെ ഉടബലബ അതഴിയുന്നു. അത് നീ നോക്കി നിൽക്കേ, ആ കെട്ട് പൊട്ടുന്നു. നോക്കി നിൽക്കേ, ആ കെട്ട് പൊട്ടുന്നു. നോക്കി നിൽക്കേ, ആ കെട്ടഴിയുന്നു. നോക്കി നിൽക്കേ, ആ കെട്ടഴിയുന്നു. സംഭവിക്കുന്നു. ചിലരുടെ മേലൊക്കെ അങ്ങനെ ചില തീകൾ നേരത്തെ ഞാൻ നിങ്ങളുടെ മേലും അങ്ങനെ ഒരു തീ കണ്ടു. പ്രാപിക്കും. ഓ ൂടവലക്ഷിരി ആർക്കതരക്ഷിരി വൈദികരക്ഷിക ആർക്കതരം ചല വൈഡവരം തല അങ്ങനെ ഒരു ആത്മപകർച്ച നിന്നിലും ഈ രാത്രി കാണുന്നു. പിടിച്ചാ കിട്ടാത്ത ഒരു ആത്മപകർച്ച തീ. നിന്റെ മേലത് കാണുന്നു. ഞാൻ നിന്റെ തലയുടെ മേലത് വന്നു വീഴുന്നത് കാണുന്നു. ഓ റിസീവ് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. Power of the Holy Spirit. എടുത്തറിഞ്ഞുകൊണ്ട് ആലയത്തിന്റെ ഒരു പ്രാർത്ഥനക്കാരിയായി കൃപ പ്രാപിച്ചു. ഒരു മൈറ്റി ടച്ച് അവന്റെ മേൽ വരട്ടെ. ആത്മാവെ തൊടുക. ഓ ശിവര ഭര ഭര ഭീകരവട്ടല വെച്ചരവട്ടല ഭീകരവട്ടല വേദികരച്ചിരി അർക്കലവട്ടര രാധകരച്ചര വൈദവരത്തല